എൻ്റെ പിതാവ് ജനിച്ചു വളർന്നത് മാർത്താണ്ഡത്തിൽ നിന്ന് തേങ്ങാപട്ടണം പോകുന്ന വഴിക്ക് കുന്നത്തൂർ 5 കണ്ടകൽ എന്ന സ്ഥലത്താണ്. അവരുടെ തകപ്പനാർ തേങ്ങാപട്ടണം മാർത്താണ്ഡത്തിൽ നിന്ന് തേങ്ങാപട്ടണം പോകുന്ന വഴിയിലെ കുന്നത്തൂർക്ക് അരികിലെ ഉള്ളതാണ് 5 കലുങ്കി എൻകിற இடத்திலே பிறந்தார். ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ നിന്ന് യേശുവിനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ഒരു ഹിന്ദു കുടുംബത്തിലിருந்து പല വർഷങ്ങൾക്ക് മുൻപ് ആண்டവரை சொந்த രക്ഷകരായി ஏற்றுக்கொள்ள கர்த்தர் கிருபை பாராட்டினார். യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും യേശുவை അറിந்ததினாலே அவருடைய குடும்பத்தார் அவரை வீட்டை விட்டு வெளியே தள்ளினார்கள். അവിടെ നിന്ന് താൻ കേരളത്തിലെത്തുകയും அங்கே இருந்து அவர் கேரளாவிலே சேர்ந்தார். അവിടെ താൻ വിവാഹം കഴിച്ച് அங்கே திருமணம் செய்து അവിടെ താൻ താമസിച്ച് அங்கேயே வாழ்ந்து കർത്താവിന്റെ നാമത്തിന് വേണ്ടി വളരെ ശക്തിയോട് ഉപയോഗിക്കപ്പെട്ടു. കർത്തരുടെ നാമത്തിற்காக மிகவும் വല്ലமைയോடு பயன்பட்டார். എൻ്റെ പിതാവ് 8 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. அவருடைய தகப்பனார் கடந்த 8 வருஷங்களுக்கு முன்பு அவர் நேசித்த கர்த்தரிடத்தில் சேர்ந்தார். എൻ്റെ പിതാവിന്റെ ഭവനക്കാർ മാർത്താണ്ഡത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. என்னுடைய தகப்பனாருடைய சொந்தக்காரர்கள் இந்த மார்த்தாண்டம் சுற்றுவட்டார பகுதிகளில் இன்றும் உண்டு. എന്നാൽ അവർക്കൊന്നും ഇതുവരെ ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല. அவர்களுக்கு இப்படிப்பட்ட பாக்கியம் கிடைக்கவில்லை. ആ സ്ഥലത്ത് യേശുവിനെ ഒരു പ്രാവശ്യം കൂടെ പ്രസംഗിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. அந்த இடத்திலே ஒரு முறை கூட கர்த்தருடைய வார்த்தையை சொல்ல தேவன் தந்த கிருபைக்காக எல்லாரும் கொஞ்சம் கையை தட்டி கர்த்தருக்கு ஸ்தோத்திரம் செலுத்திட்டு பார்க்கலாம். ஹalleluya 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 ஹalleluya. ஆவியானவரே 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 பரிசுத்த ஆவியானவரே 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 பரிசுத்த ஆவியானவரே 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 பரிசுத்த ஆவியானவரே 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 பரிசுத்த ஆவியானவரே எங்களுக்குள்ள வாசம் செய்யும் ஆவியானவரே என்னாலில் உன் சித்தம்போ நடந்து செய்வையா. ஓ எங்களுக்குள்ள வாசம் செய்யும் ஆவியானவரே என்னாலில் உன் சித்தம்போ நடந்து செய்வையா. ஆவியானவரே ஆவியானவரே பரிசுத்த ஆவியானவரே 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 பரிசுத்த ஆவியானவரே നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ ശോഭിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ സ്തുതിച്ചിടുമെന്നും. ഓ നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. യേശുവേ നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഓ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. நாங்கள் உம்முடைய முகத்தை பார்க்கிறோம். ഞങ്ങളെ ലജ്ജിപ്പിക്കരുത്.
எங்களை வெட்கப்படுத்தக்கூடாது. ഞങ്ങളുടെ മേൽ വലിയ അനുഗ്രഹങ്ങളെ പകരണം. எங்கள் மேல் மிகுந்த ஆசீர்வாதங்களை அருளி செய்வீராக. ദൈവവചനം ശക്തിയോടെ വെളിപ്പെടണം. தேவ வசனம் வல்லமையோடு வெளிப்படுவதாக. അത് ഹൃദയങ്ങളിലേക്ക് ആഴമായി പതിയണം. அது இருதயங்களிலே ஆழமாய் பதிவதாக. കർത്താവിന് ചെയ്യാനുള്ളതെല്ലാം ഇന്ന് രാത്രി ചെയ്യണം. கர்த்தாவே உம்மால் செய்ய முடிந்த எல்லாவற்றையும் செய்வீராக. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. இயேசுவின் நாமத்தில் பிதாவே. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം யோவான் 14-ാമത്തെ വാക്യം. யோவான் சுவிசேஷம் 21வது அதிகாரம் 14வது வசனம். യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 14-ാമത്തെ വാക്യം. யோவான் 21:14. നിങ്ങൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ മൈക്കിലൂടെ വായിച്ചാട്ടെ. இயேசு மரித்தோரில் இருந்து எழுந்த பின்பு தம்முடைய சீஷருக்கு அருளின தரிசனங்களில் இது மூன்றாவது தரிசனம். യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് യേശുവിന്റെ ശിഷ്യന്മാർക്ക് ലഭിച്ച 3 പ്രത്യക്ഷതകൾ ഇന്ന് രാത്രിയിൽ സംസാരിച്ച് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. யோவான் சுவிசேஷத்திலே இயேசு தம்முடைய சீஷர்களுக்கு கிடைத்த தரிசனங்களிலே 3 காரியங்களை நான் உங்களுக்கு இன்று இரவு சொல்ல விரும்புகிறேன். പരിചിതരായ അനേക കർത്തദാസന്മാർ ഇവിടെയുണ്ട്. எனக்கு அறிமுகமான அநேக தேவ பிள்ளைகள் இங்கு உண்டு. കൃപാസനത്തിന്റെ ഒരുപാട് കൺവെൻഷനുകളിൽ കർത്താവിനെ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. கிருபாசனத்திலே அநேக சபைகளிலே கன்வென்ஷன்ல பிரசங்கித்ததுண்டு. എല്ലാ അഭിഷക്തന്മാർക്കായി സ്തോത്രം പറയുന്നു. எல்லா பரிசுத்தவான்களுக்காய் கர்த்தரை துதிக்கிறேன். നിങ്ങളുടെ ഭാഷയിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റാത്തതിന് വേദനയുണ്ട്. உங்களுடைய பாஷையில் எனக்கு பேச முடியாததுல பெரிய வருத்தம் உண்டு. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം. ஆதலால் நீங்கள் எனக்கு ஒத்தாசை பண்ண வேணும். കർത്താവ് വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യട്ടെ. கர்த்தர் எனக்கு பெரிய காரியங்களை செய்வார். യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് ലഭിച്ച 3 പ്രത്യക്ഷത. யோவான் சுவிசேஷத்தில் இயேசுவின் சீஷர்களுக்கு கிடைத்த 3 விசேஷங்கள். പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. புதிய ஏற்பாட்டில் உள்ள முதலாவது 4 புஸ்தகங்கள் சுவிசேஷ புஸ்தகங்கள் என்றுதான் அழைக்கப்படுகிறது. യേശു കർത്താവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ മരണം, യേശുവിന്റെ അടക്കം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ വിഷയങ്ങളെയാണ് ഈ സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കുന്നത്. இந்த 4 சுவிசேஷங்களிலே இயேசு பிறந்தது, மரித்தது, அடக்கம் பண்ணப்பட்டது, உயிரோடு எழுந்தது, எடுத்துக்கொள்ளப்பட்டது காரியங்கள் இதில் சொல்லப்படுகிறது. ഈ സുവിശേഷങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. இந்த சுவிசேஷ புஸ்தகத்திலே நாம் முக்கியப்படுத்தினால் 2 முக்கியமான காரியங்களை நாம் கவனிக்க முடியும். യേശു എന്തിന് ഈ ഭൂമിയിൽ വന്നു? ഭൂമിയിൽ വന്ന യേശു എന്ത് ചെയ്തു? இயேசு கிறிஸ்து எதற்காக இந்த பூமியிலே வந்தார்? பூமியிலே அவர் என்ன செய்தார்? ഒന്നുകൂടെ ഞാൻ ആ കാര്യം ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ஒன்று கூட അவைகளை திரும்ப சொல்லும்படி விரும்புகிறேன். സുവിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ്. சுவிசேஷத்திலே மிக முக்கியமான 2 பகுதிகள். യേശു എന്തിന് ഈ ഭൂമിയിൽ വന്നു? இயேசு எதற்காய் இந்த பூமியிலே வந்தார்? ഭൂമിയിൽ വന്ന യേശു എന്ത് ചെയ്തു? பூமியிலே வந்த இயேசு என்ன செய்தார்? ഭൂമിയിൽ വന്ന യേശു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. பூமியிலே வந்த இயேசு அதிகம் அற்புதங்களை செய்தார். 5ലധികം സ്ഥലങ്ങളിലായി 35ലധികം മിറക്കിൾസ് യേശു ചെയ്തു. 5 இடங்களிலே 35க்கு அதிகமான அற்புதங்களை இயேசு செய்தார். യേശു രോഗികളെ സൗഖ്യമാക്കി. இயேசு வியாதியஸ்தரை சுகமாக்கினார். യേശു ജനത്തിന്റെ വിശപ്പ് മാറ്റി. இயேசு ஜனங்களுடைய பசியை ஆற்றினார். യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. இயேசு மரித்தோரை உயிரோடு எழுப்பினார். ഒരുപാട് കാര്യങ്ങൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ചെയ്യുവാനിടയായി. இயேசு இந்த பூமியில் வாழ்ந்த நாட்களில் அநேக காரியங்களை செய்தார். യേശു എന്തൊക്കെ ഈ ഭൂമിയിൽ ചെയ്തെന്ന് ചോദിച്ചാൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ, അത് തന്നെയാണ്. இயேசு இந்த பூமியிலே வந்து என்ன செய்தார் என்று கேட்டால் நான் உங்களுக்கு ஞாபகப்படுத்தினேன் அல்லவா? இயேசு இந்த பூமியிலே வந்து அதிக அற்புதங்களை செய்தார். പക്ഷേ യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? இயேசு ஏன் இந்த பூமியிலே வந்தார்? യേശു ഈ ഭൂമിയിൽ വന്നത് മരിച്ചവരെ ഉയർപ്പിക്കുവാനായിരുന്നുവോ? இயேசு இந்த பூமியிலே வந்தது மரித்தோரை உயிரோடு எழும்ப பண்ணவா? യേശു ഈ ഭൂമിയിൽ വന്നത് രോഗികളെ സൗഖ്യമാക്കുവാൻ
സുഖമാക്കുവാനായിരുന്നുവോ? യേശു இந்த பூமியிலே வந்தது வியாதியஸ்தரை சுகமாக்குவதற்காகவா? യേശു ഈ ഭൂമിയിൽ വന്നത് വിശപ്പ് മാറ്റുവാനായിരുന്നുവോ? യേശു இந்த பூமியிலே வந்தது பசியை ஆற்றுவதற்காகவா? നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. நீங்க ஒருத்தரும் பேச மாட்டீங்க. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിൽ എന്തിനു വേണ്ടി വന്നു? യേശു இந்த பூமியிலே எதற்கு வந்தார்? അത് വെളിപ്പെടുത്തുന്നതാണ് 4 സുവിശേഷത്തിന്റെ അവസാനത്തെ 3 അധ്യായങ്ങൾ. அதை வெளிப்படுத்துவதுதான் இந்த அதிகாரத்தின் கடைசி 3 அதிகாரங்கள். മത്തായി സുവിശേഷം 26, 27, 28, மத்தேயு சுவிசேஷம் 26, 27, 28, മർക്കോസ് 14, 15, 16, മാർക്ക് 14, 15, 16, ലൂക്കോസ് 22, 23, 24, ലൂക്കാ 22, 23, 24, യോഹന്നാൻ 18, 19, 20, യോവാൻ 18, 19, 20. ഈ 3 ഇടങ്ങളിൽ 3 സ്ഥലങ്ങൾ നമുക്ക് ലഭിക്കും. இந்த 3 இடங்களிலே 3 காரியங்களை நாம் ஞாபகப்படுத்த 3 முடியும். സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 3 இடங்களை பார்க்க முடியும். ഒന്ന് ഗത്ശമന, 1 ഗെത്സമനെ, 2 ഗബദ, இரண்டாவது ഗബദ, ഗബദ, எப்பத்தா, ഗബദ, ഗബദ, കൊൽക്കത്ത, 3 ഗോൽഗോഥ. പീലാത്തോസിന്റെ കൽത്തളം എന്ന് പറയുന്നത്, പീലാത്തോസിന്റെ കൽത്തളം എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, 3 സ്ഥലങ്ങൾ നമുക്ക് ഈ 3 അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും. இந்த 3 அதிகாரங்களிலே 3 இடங்களை நாம் பார்க்க முடியும். യേശു കർത്താവ് ഗത്സമനയിൽ പിടിക്കപ്പെട്ടു. യേശു ഗെത്സമനയിൽ வைத்து பிடிபட்டார். യേശു ഗോൽഗോഥയിൽ തകർക്കപ്പെട്ടു. യേശു കൊൽഗോഥാവിലെ സിലുവയിൽ അറയപ്പെട്ടാർ. യേശു ഈ ഭൂമിയിൽ വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം വെളിപ്പെടുത്തിയത് ഈ 3 അധ്യായങ്ങളിലാണ്. இந்த 3 அதிகாரங்களிலே தான் இயேசு எதற்காய் வந்தாரோ அதை தெளிவாய் வெளிப்படுத்தினார். ഈ 3 അധ്യായങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? இந்த 3 அதிகாரங்களிலே என்ன சொன்னார்? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു അത്ഭുതമാണോ? மரித்தவர்களை உயிரோடு எழுப்புகிறது அற்புதமா? രോഗികൾക്കൊരു സൗഖ്യമാണോ? வியாதிகளை சுகமாக்குவதா? ഓ, ഈ 3 അധ്യായങ്ങൾ വായിക്കുന്നവർ കരയാതിരിക്കത്തില്ല. இந்த 3 அதிகாரத்தை வாசிக்கிறவர்கள் அழாமல் இருப்பதில்லை. കാര്യം യേശു കർത്താവിന്റെ ക്രൂശീകരണമാണ് അവിടുത്തെ വിഷയം. இயேசு கிறிஸ்துவின் சிலுவை மரணம் தான் முக்கியம். യേശു എന്തിനാണ് ക്രൂശീകരിക്കപ്പെട്ടത്? இயேசு ஏன் சிலுவையில் அறையப்பட்டார்? യേശു എന്തിനാണ് തകർക്കപ്പെട്ടത്? இயேசு ஏன் அங்கே உடைக்கப்பட்டார்? യേശു എന്തിനാണ് കല്ലറയിൽ അടക്കപ്പെട്ടത്? ஏன் இயேசு கல்லறையில் அடக்கப்பட்டார்? ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുക. இன்று இரவிலே புரிந்து கொள்ளுங்கள். അതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. அதுதான் சுவிசேஷத்தின் மிகவும் மேன்மையானது. ഇതൊക്കെ കർത്താവ് ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ இதெல்லாம் எதற்காக அவர் செய்தார் என்றால் ഒറ്റ കാര്യത്തിന് വേണ്ടിയായിരുന്നു. ஒரே ஒரு காரியத்திற்காகத்தான். ക്രിസ്തേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു. கிறிஸ்து இயேசு பாவிகளை ரட்சிக்க உலகத்தில் வந்தார். യേശു ഈ ഭൂമിയിൽ വന്നത് ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. இயேசு இந்த பூமியில் வந்தது ஒரே நோக்கத்தோடு தான். ഒറ്റ ലക്ഷ്യത്തോടു കൂടെ. ஒரே நோக்கத்தோடு தான். എന്തിനു വേണ്ടി യേശു വന്നേ? எதற்காக இயேசு வந்தார்? പാപികളെ രക്ഷിക്കുവാൻ യേശു. பாவிகளை ரட்சிக்கத்தான் வந்தார். ആ വഴിക്ക് കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. அதற்காகத்தான் வழியிலே சில அற்புதங்களை செய்தார். ഞാന് കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. நான் கொட்டாரக்கரையிலிருந்து வருகிறேன். ഉദാഹരണം പറയുകയാണ്. உதாரணம் சொல்லுகிறேன். കൊട്ടാരക്കരയിൽ നിന്ന് വന്നപ്പോൾ ഇടയ്ക്ക് ഒന്നിറങ്ങി ഒരു ചായ കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ട്രാഫിക് ഭയങ്കര ബ്ലോക്ക്, സമയമില്ല, അതുകൊണ്ട് ഇങ്ങനെ പോരുമായിരുന്നു. கொட்டாரக்கரையிலிருந்து வரும்போது அப்படியே ஒரு டீ குடிக்கலாம்னு ஆசைப்பட்டேன். ஆனா அங்க உள்ள அவசரத்தின் நிமித்தம் வேகமா வந்துட்டேன். ഇനി മാർത്താണ്ഡത്ത് വന്ന് ഞാനൊരു ഹോട്ടലിൽ കയറി ഒരു ചായ കുടിച്ചെന്ന് ചിന്തിക്കുക. மார்த்தாண்டத்துல வந்து ஒரு ஹோட்டல்ல ஒரு டீ குடிச்சேன்னு வச்சுக்காங்களேன். ഞാനൊരു ചായയും ഒരു വടയും കൂടെ കഴിക്കുക. நான் ஒரு டீயும் ஒரு வடையும் சாப்பிட்டேன். അപ്പൊ എന്നെ അറിയാകുന്ന 1-2 പേര് ആ ഹോട്ടലിൽ ഉണ്ടെന്ന് ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, என்னே தெரியாத എന്നെ അറിയാകുന്ന 1-2 പേര് ആ ഹോട്ടലിൽ ഉണ്ടെന്ന് ചിന്തിക്കുക. அந்த ஹோட்டல்ல என்ன தெரிந்த 1-2 பேர் இருக்கிறார்கள் என்று புரிந்து கொள்ளுங்கள். അവരുടനെ അവരുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, அவங்க വീട്ടിൽ சொன்னாங்க, ബിന്നി ജോൺ പാസ്റ്റർ ഈ ഹോട്ടലിൽ ഇരുന്ന് ചായ കുടിക്കുന്നു. பென்னி ஜான் பாஸ்டர் இந்த ஹோட்டல்ல இருந்து டீ குடிச்சிட்டு இருக்காரு. പാസ്റ്റർ ചായ കുടിക്കാനും പരിപ്പ് വട തിന്നാനുമാണ് ഇവിടെ വന്നത്. அவர் இங்க பருப்பு வடையும் சாயும் டீயும் குடிக்க தான் இங்க வந்தாரு. യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ വന്നത് പരിപ്പ് വടയും ചായ കുടിക്കാനല്ല. நான் வந்தது பருப்பு
വടയും ടീയും കുടിക്കുന്നതല്ല. ഞാൻ യേശുവിനെ പ്രസംഗിക്കാനാണ് ഞാൻ വന്നത്. യേശുവെ പ്രസംഗിக்க தான் வந்தேன். പക്ഷെ പരിപ്പൂടെ കഴിച്ചു എന്നത് സത്യമാണ്. பருப்போட சாப்பிட்டது உண்மைதான். ചായ കുടിച്ചു എന്നതും സത്യമാണ്. டீ குடிச்சதும் உண்மைதான். പക്ഷെ ഉദ്ദേശം അതല്ലായിരുന്നു. ஆனா என்னுடைய நோக்கம் അതല്ല. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. യേശു ചില അത്ഭുതങ്ങളെ ചെയ്താർ. യേശു ഒത്തിരി പേരെ സൗഖ്യമാക്കി. യേശു അനേകരെ സുഖമാക്കിനാർ. പക്ഷെ അതല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് വിഷയം. ആന അതല്ല മുഖ്യமான விஷயம். യേശു വന്നതിന് ഒരൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നു. യേശു വന്നதற்கு ഒരു നോക്കമുണ്ട്. അത് ജീവിതത്തിൽ അനുഭവിച്ചവർ മാത്രം കർത്താവിന് സ്തോത്രം ചെയ്യണം. அதை வாழ்க்கையில சுதந்திரமாக்கினவங்க சத்தமா ஒரு அல்லேலூயா சொல்லிருங்க பார்க்கலாம். യേശു വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്റെ ജീവിതത്തിൽ അതിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിഞ്ഞെന്ന് ഉറപ്പുള്ളവർ. என்னோட இயேசு வந்ததினால் என்னுடைய வாழ்க்கையில தேவனுடைய திட்டம் நிறைவேறினது என்று நினைக்கிறவங்க நல்ல கையை தட்டி சத்தமாய் ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു രോഗസൗഖ്യം നടന്നില്ലെങ്കിലും, ஒரு வியாதியிலே சுகம் கிடைக்கவில்லை என்றாலும், ഒരു കടഭാരം മാറിയില്ലെങ്കിലും, கடனில் இருக்கிற பாரம் மாற்றப்படவில்லை என்றாலும், യേശു വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം അതിന്റെ അനുഗ്രഹം ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. இயேசு வந்ததனுடைய முக்கிய நோக்கத்தின் ஆசீர்வாதத்தை நான் பெற்றிருக்கிறேன். അത് പ്രാപിക്കാത്ത ആരെങ്കിലും ഈ കൺവെൻഷൻ കേൾക്കുന്നെങ്കിൽ, அதை பெற்றுக்கொள்ளாத யாராகிலும் இந்த சத்தத்தை கேட்கிறீர்களா? അതിലേക്ക് നിങ്ങളെ എത്തിക്കാനാണ് ഈ പരസ്യ സ്ഥലത്ത് ഇത് ചെയ്തിരിക്കുന്നത്. அதற்கு உங்களை சேர்ப்பதற்காகத்தான் இந்த வெளியரங்க கூட்டங்கள். അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ചർച്ചിനകത്ത് കൈയടിച്ച് ആമേൻ പറഞ്ഞാൽ മതിയായിരുന്നു. அதற்கு அல்லனா நாங்க சர்ச்சுக்குள்ள கையை தட்டி ஒரு ஆமென் சொல்லிட்டு போயிருப்போம். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പല കൺവെൻഷനിൽ ഈ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് പാസ്റ്റേ. ചർച്ചിനകത്ത് ഹല്ലേലൂയ പറഞ്ഞ് ആമേൻ പറഞ്ഞ് ആരാധിക്കുന്നവർ ചർച്ചിന് പുറത്തോട്ടിറങ്ങിയ പിന്നെ മിണ്ടത്തില്ല. சர்ச்சுக்கு உள்ள கையை தட்டி ஆமென் அல்லேலூயா சொல்றவங்க சர்ச்சுக்கு வெளியே வந்தது சத்தமே காட்ட மாட்டாங்க. ഞാൻ വിചാരിച്ചു ഈ സൂക്കേട് കേരളത്തിലേ ഉള്ളെന്ന്. இந்த வியாதி கேரளத்துல மட்டும்தான் இருக்குன்னு நினைச்சோம். അത് മാർത്താണ്ഡത്തും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പം அது மார்த்தாண்டத்துல வந்திருக்கே என்று நினைத்த போது തിരുവറമ്പ് തിരുമ്പുറം ഈ സ്ഥലം തിരുവറമ്പ് തിരുവറമ്പ് എന്നാലും മാർത്താണ്ഡത്തിന് അടുത്ത സ്ഥലമല്ലേ? എനിക്കത് പറയാനേ അറിയത്തുള്ളൂ. Praise the Lord. Hallelujah. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളോട് കാര്യം ഞാൻ പറയാം. അഭിഷേകം പെറ്റവരിടത്തിൽ ഞാൻ ഒരു കാര്യം சொல்லுகிறேன். അടച്ചിട്ട ഒരു കെട്ടിടത്തിനകത്തിരുന്നാലും പുറത്തു വന്നാലും ഒരുപോലെയാണ്. അടച്ചു വയ്ക്കപ്പെട്ട ഒരു കെട്ടിടത്തുക്കുള്ള വന്നാലും വെളിയെ വന്നാലും ഒരേ മാതിരി. കാര്യം ആരാധിക്കുന്നവരെ ആരാധന ശബ്ദത്തിനകത്ത് ഒരു അഭിഷേകമുണ്ട്. കാരണം ആരാധിക്കുന്നവരുടെ ആരാധന ശബ്ദത്തിലെ ഒരു വല്ലമയുണ്ട്. അവന്റെ കൈയടിക്കകത്ത് ഒരു അഭിഷേകമുണ്ട്. അവൻ കൈ തട്ടുവതിലെ ഒരു വല്ലമയുണ്ട്. ഒരു ശബ്ദത്തെയും പിശാചിന് പേടിയില്ല. ഒരു ശബ്ദത്തിനും പിശാച് നടുങ്ങ മാട്ടാൻ. പക്ഷേ ആരാധിക്കുന്നവന്റെ ശബ്ദത്തെ അവന് ഭയമാണ്. ஆனால் ആരാധിക്കുന്ന ശബ്ദത്തിലെ പിശാച് നടുങ്ങുവാൻ. അത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. அதை புரிந்து கொண்டவர்கள் நல்ல கையை தட்டி അന്യഭാഷയിൽ സ്തോത്രം பண்ணுங்க. അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ വായൊക്കെ തുറന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചാട്ടെ. അന്യഭാഷയിൽ നിറഞ്ഞ അഭിഷേകത്തോട് കർത്തരെ തുതിപ്പோம். ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ഇടത്തിരിക്കുന്നവരെ നോക്കരുത്. ഇടയിൽ ഇരിക്കുന്നവരെ பார்க்காதீங்க. നിങ്ങളുടെ വലത്തിരിക്കുന്നവരെ നോക്കരുത്. உங்க വലது பக்கத்தில் இருக்கிறவங்கள നിങ്ങളുടെ മുമ്പിലും പുറകിലും ഇരിക്കുന്നവരെ നോക്കരുത്. உங்க முன்னால பின்னால இருக்கிறவங்கள അവർ பார்க்காதீங்க. ചിലപ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കാം. அவர்கள் ஒருவேளை சும்மா உட்கார்ந்திருக்கலாம். അവർ വെറുതെ ഇരുന്ന് വെറുതെ പോകട്ടെ. அவர்கள் சும்மா இருந்து വെറുതെ പോകട്ടെ. നിങ്ങളും രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് இரவு தேவனை துதித்து பாருங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഒന്നാമത്തെ പ്രത്യക്ഷത. യേശു തമ്മുടെ ശിഷ്യர்களுக்கு ദർശനമാണ് முதலாவது ദർശനം. ഇവിടെ പറഞ്ഞു മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇങ്ങ சொல்லப்பட்டிருக்கிறது மூன்றாவது முறை கர்த்தர் தம்முடைய ശിഷ്യர்களுக்கு ദർശനം. അങ്ങനെ പറയണമെങ്കിൽ அப்படியானால் ഒന്നാമത്തെ പ്രത്യക്ഷത ഉണ്ടല്ലോ, முதலாவது ஒரு ദർശനം ഉണ്ടല്ലവാ, രണ്ടാമത്തെ പ്രത്യക്ഷത ഉണ്ടല്ലോ, രണ്ടാമത് ഒരു ദർശനം ഉണ്ടല്ലവാ. അതിലേക്ക് നമ്മളൊന്ന് വേഗത്തിൽ കടന്നു വരികയാണ്. അതിലെ നാം ശീഘ്രമായി കടന്നു ചെല്ലുவோம். ഒന്നാമത്തെ യേശുവിന്റെ പ്രത്യക്ഷത ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടത്. முதலாவது இயேசு தம்முடைய ശിഷ്യர்களுக்கு வெளிப்பட்டது എപ്പോഴായിരുന്നു? எப்பொழுது? എന്തിനാ പ്രത്യക്ഷത വെളിപ്പെട്ടു? എதற்கு அவர் வெளியரங்கமானார்? യോഹന്നാന്റെ സുവിശേഷം யோவான் சுவிசேஷம் 20-ാം അധ്യായം 20வது அதிகாரம் 19-20 വാക്യങ്ങൾ. 19-20 வசனங்கள். வாரத்தின் முதல் நாளாகிய அன்றைய தினம் சாயங்கால வேளையிலே சீஷர்கள் கூடியிருந்த இடத்தில் யூதர்களுக்கு பயந்ததினால் கதவுகள் பூட்டி இருக்கையில் இயேசு வந்து நடுவே நின்று உங்களுக்கு
சமாதானம் என்றார். அவர் இப்படி சொல்லி தம்முடைய கைகளையும் விலாவையும் அவர்களுக்கு காண்பித்தார். Praise the Lord. Hallelujah. യേശു കർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയാണ് നമ്മൾ ആ വാക്യത്തിൽ വായിച്ചത്. യേശു ക്രിസ്തുവിൻ முதலாவது தரிசனத்தை தான் நாம் வாசித்தோம். ഇതെപ്പോഴാണ് ഈ ഒന്നാമത്തെ പ്രത്യക്ഷത സംഭവിച്ചത്? முதலாவது தரிசனம் எப்பொழுது நடந்தது? ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ നാൾ, வாரத்தின் முதலாவது நாள், നേരം വൈകിയപ്പോൾ, സായങ്കാലமான പോது. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ നാൾ രാവിലെ എന്തൊക്കെ സംഭവിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. யோவான் சுவிசேஷம் 20வது அதிகாரத்திலே வாரத்தின் முதலாவது நாள் காலையில் என்ன நடந்தது என்று எழுதப்பட்டிருக்கிறது. ഒന്നാം ദിവസം രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലക്കാരത്തി മറിയയുടെ നേതൃത്വത്തിൽ ചില സ്ത്രീകൾ കല്ലറയിലേക്ക് പോയെന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. வாரத்தின் முதலாவது நாள் இருட்டோடே மகதலேனா மரியாளோடு சில சகோதரிகள் வந்து கல்லறையிடத்திற்கு போனார்கள் என்று வாசிக்கிறோம். അവർ കല്ലറയിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? அவர்கள் கல்லறைக்கு எதற்காய் போனார்கள்? അവർ ഒരുക്കിയ സുഗന്ധവർഗ്ഗങ്ങൾ യേശുവിനെ പൂശുവാൻ വേണ്ടി കൊണ്ടുപോകുകയായിരുന്നു. ஆயத்தம் பண்ணின சுகந்த வாசனைகளை இயேசுவுக்கு கொடுப்பதற்காய் போனார்கள். അവർ പോകുന്ന വഴിയിൽ ഒരു ചോദ്യം തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുണ്ട്. அவர்கள் போகிற வழியிலே தங்களுக்குள்ளே பேசிக் கொள்ளுகிறார்கள். ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? யார் இந்த கல் நமக்காக புரட்டி போடுவார்கள்? ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? யார் இந்த கல்லை நமக்காய் புரட்டுவார்கள்? എന്തായാലും നമ്മുടെ സഹോദരിമാരെ പോലെ ഒന്നുമല്ല ആ സഹോദരിമാർ, അതിനായി സ്തോത്രം ചെയ്യുന്നു. நம்முடைய சகோதரிகளை போல் அல்ல அவர்கள், அவர்கள் விசேஷித்தவர்கள். அதனால் கர்த்தரை துதிக்கிறேன். നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ. நீங்க என்னட்ட சண்டை போடக்கூடாது. എനിക്ക് 3 ദിവസം പ്രസംഗിക്കണേ. எனக்கு 3 நாள் பிரசங்கம் பண்ணணும். അല്ല, ഞാൻ അതൊക്കെ ക്യാൻസൽ ചെയ്യുക. നിങ്ങളുടെ ചില ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു. நீங்க இருக்கத பார்த்தா எனக்கு பயமா இருக்கு. ஒருவேளை கேன்சல் பண்ணிரலாமான்னு நினைக்கிறேன். കേരളത്തിലെ സ്ത്രീകളെ പോലെ അല്ല, கேரளத்தில் உள்ள பெண்களை போல அல்ல. പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. அப்ப நமக்கு பிரச்சனை இல்லல்ல. ഹല്ലേലൂയ. ஹல்லேலூயா. നിങ്ങൾക്കുള്ളത് 3-ാമത്തെ രാത്രി പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. உங்களுக்குள்ளத நான் 3வது ராத்திரி சொல்லிட்டு போலாம். ഹല്ലേലൂയ. ஹல்லேலூயா. സ്തോത്രം. ஸ்தோத்திரம். ഈ സഹോദരിമാരുടെ പ്രത്യേകത എന്താ? இந்த சகோதரிகளுடைய வித்தியாசம் என்ன? ഈ കല്ല് ഉരുണ്ടു മാറിയിട്ട് യേശുവിന്റെ അടുക്കലേക്ക് ഈ സുഗന്ധവർഗം പൂശാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നവരല്ല. இவர்கள் அந்த கல் புரட்டப்பட்ட பின்பு நாம் இயேசுவுடைய சரீரத்தில் அந்த சுகந்த தைலங்களை பூசலாம் என்று வீட்டில் இருந்தவர்கள் அல்ல. അവർ കഴിഞ്ഞ ദിവസങ്ങൾ അവർ കണ്ടതാണ് യേശുവിനെ കല്ലറയിൽ അടക്കിയിട്ട് ഉരുട്ടി വച്ചിരിക്കുന്ന കല്ലും അതിന്റെ വലിപ്പവും ഈ സ്ത്രീകൾ കണ്ടവരാണ്. கடந்த நாட்களில் அவர்கள் இயேசுவின் கல்லறையின் அருகிலே வந்து அந்த கல் புரட்டப்பட்டிருக்கிறதும் அந்த கல் மூடப்பட்டிருக்கிற அந்த கல் எவ்வளவு பெரியதென்றும் அவர்கள் நேரிட்டு பார்த்தவர்கள். ഞങ്ങൾ 3-4 സഹോദരിമാരി ചേർന്നാലൊന്നും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. நாங்க 3-4 சகோதரிகள் சேர்ந்து இந்த கல்லை உருட்டலாம்னு நினைக்கலாம்னா முடியாது என்று அவர்களுக்கு நன்றாய் தெரியும். അവരുടെ മുമ്പിലെ വിഷയം അസാധ്യമായിരുന്നെങ്കിലും അസാധ്യങ്ങളെ നോക്കി നിൽക്കാതെ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം അവർ കല്ലറയിലേക്ക് നീങ്ങുകയാണ്. அவர்களுக்கு முன்னால் இருந்த அந்த கல் அசாதாரணமானதா இருந்தாலும் வாரத்தின் முதலாவது நாளிலே அவர்கள் தேவனை தேடி வந்தார்கள். ഈ കൺവെൻഷന്റെ 3-ാമത്തെ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അസാധ്യമായ വിഷയങ്ങളെ കണ്ട് നീ പേടിച്ചിരിക്കരുത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു സാധ്യതയാണ് എന്റെ യേശു കർത്താവ്. உன்னால் முடியாத காரியங்களை நினைத்து பயப்பட வேண்டாம். இயலாதவைகளை சாத்தியமாக்குகிற வல்லமையுள்ள கர்த்தர் நமக்குண்டு. യേശുവിനെ ലഭിച്ചവർക്ക് ലഭിക്കുന്ന സാധ്യത വേറെ ആർക്കാ ലഭിക്കുന്നത്? இயேசுவை பெற்றுக்கொண்டவர்களுக்கு கிடைக்கிற அசாதாரணமான பலன் வேற யாருக்கு கிடைக்கிறது? നമുക്കാണ് പ്രിയരെ ഏറ്റവും വലിയ സാധ്യതയുള്ളത്. நமக்குத்தான் அந்த பெரிய பலனை கர்த்தர் தந்திருக்கிறார். പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഏറ്റവും വലിയ സാധ്യതയുണ്ട്. நாம் ஜெபிக்கிறவர்களுக்கு கர்த்தர் அசாதாரணங்களை செய்கிறார். കാര്യം നമുക്ക് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. நல்ல கையை தட்டி சொல்லுங்க, நம்முடைய ஜெபத்தை கேட்கிற ஒரு தேவன் உண்டு. ഹല്ലേലൂയ. 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 പലർക്കും അതിനെക്കുറിച്ച് ഉറപ്പില്ല. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന്, കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പലർക്കും ഉറപ്പില്ല. പക്ഷെ നമുക്ക് ഉറപ്പുണ്ട്. மற்றவர்களுக்கு நான் செய்கிற காரியங்களை பார்க்கிற ஒரு தேவன் உண்டு என்கிற நிச்சயம் இல்லை, ஆனால் நமக்கு அந்த நிச்சயம் உண்டு. ஹல்லேலூயா. கரங்களை உயர்த்தி சொல்லுங்க, ஹல்லேலூயா. Praise God. Praise the Lord.
അവർ കല്ലറയിലേക്ക് ചെന്നപ്പോൾ அவர்கள் கல்லறையிலே சென்றபோது കല്ലുരുണ്ട് മാറിയിരിക്കുക. கல்லை மாற்றி இருந்தார்கள். അവരകത്തോട്ട് നോക്കി, அவர்கள் உள்ளே பார்த்தார்கள். യേശുവിനെ കാണുന്നില്ല. இயேசுவை காணல. റുമാലും ശീലയും ഒക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കും. அங்க அவருடைய வஸ்திரங்களை சுருட்டி வைத்திருக்கிறார்கள். മഗ്ദലക്കാരത്തി മറിയ നേരെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നു. മഗ്ദലേന മറിയാൾ നേരെ ശിഷ്യരുടെ ഓടുകയാൾ. അവരോട് കാര്യങ്ങൾ പറഞ്ഞു. യേശുവിനെ കാണുന്നില്ല. അവരുടെ சொன்ன യേശുവെ பார்க்கல. യേശുവിനെ ആരോ കൊണ്ടുപോയി. യേശുവെ ആരോ തൂക്കിட்டு போயிட்டாங்க. ശിഷ്യന്മാർ ഓടി കടന്നു വന്നു. ശിഷ്യர்கள் ഓടി വந்தார்கள். ഇവൾ പറഞ്ഞത് സത്യമാണോ എന്ന് നോക്കി. ഇവൾ சொன்னது உண்மைதானா என்று பார்ப்பதற்கு. സത്യമാണ്, உண்மைதான். അവർ തിരിച്ച് വീട്ടിൽ മടങ്ങി. അവർ திரும்ப വീட்டுக்கு പോனாங்க. അന്ന് വൈകുന്നേരത്തെ സംഭവമാണ് നമ്മളോട് വായിച്ചത്. സായങ്കാലமான ഒരു കാര്യം தான் നാം വാസിக்கிறோം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് വീട്ടിൽ മുറിക്കകത്തിരിക്കുകയാണ്. யூதர்களுக்கு பயந்ததினால் அந்த வாரத்தின் முதலாம் நாள் மாலை நேரத்திலே சீசர்கள் வீட்டை பூட்டிக்கொண்டு அறைக்குள் இருக்கிறார்கள். എന്താ ഇവരുടെ ഭയം എന്നറിയോ? இவர்களுக்கு என்ன பயம் தெரியுமா? ഒന്നാമത്തെ ഭയം, முதலாவது பயம், യേശു ഇപ്പൊ ഇവരുടെ കൂടെ ഇല്ല. இயேசு இவர்களோடு இல்லை. യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ധൈര്യമായി. இயேசு கூட இருந்தார்னா பயங்கர தைரியம். പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ യേശു ഇപ്പൊ കൂടെ ഇല്ല. இயேசு இப்பொழுது அவர்களோடு இல்லை. അതാണ് ഒന്നാമത്തെ ഭയം. அதுதான் முதலாவது பயம். രണ്ടാമത്തെ ഭയം, இரண்டாவது பயம், ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വണ്ണം இவர்கள் வெளியே செல்ல முடியாதபடி യഹൂദന്മാരുടെ ഇടയിൽ ഒരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി. യൂതர்கள் மத்தியிலே ஒரு தவறான காரியத்தை சொல்லி இருந்தார்கள். എന്തുവാ കള്ളക്കഥ എന്നറിയാമോ? என்னது அந்த தவறான காரியம் தெரியுமா? കാവൽക്കാർ രാത്രിയിൽ യേശുവിനെ ഇങ്ങനെ കാത്തുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ വന്ന് കർത്താവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. அந்த காவல்காரர்கள் அதை காத்துக் கொண்டிருந்த பொழுது இயேசுவின் சீஷர்கள் அவருடைய சரீரத்தை திருட்டளவாய் கொண்டு போனார்கள். സ്തോത്രം. ഇങ്ങനെ ഒരു കഥ അവിടെ പ്രചരിക്കാൻ തുടങ്ങി. இப்படி ஒரு தவறான கதை அங்கே பிரசுரமாயிற்று. ഇതൊരു കള്ളക്കഥയല്ലേ? இது ஒரு தவறான கதை தானே? സ്തോത്രം. ஹல்லேலூயா. കള്ളം പറയാത്തവര് മാത്രം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. பொய் சொல்லாதவங்க மட்டும் ஒரு ஸ்தோத்திரம் சொல்லுங்க பார்க்கலாம். ഒരു കൈ ഞാൻ കണ്ടു. ஒரு கையை தான் நான் பார்த்தேன். ദൈവം അനുഗ്രഹിക്കട്ടെ. தேவன் ஆசீர்வதிக்கட்டும். ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഒരാളാவது இல்ல. സ്തോത്രം. ഹല്ലേലൂയ. 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 ശ്രദ്ധിച്ചേ, ഈ കള്ളം പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് കള്ളമൊക്കെ പറയണം. இந்த பொய் சொல்லுகிறதா இருந்தா ரொம்ப நேர்த்தியான பொய் சொல்லணும். ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത കള്ളം. அதுக்குன்னு ஒரு நல்ல ஒரு தராதரமா பொய் சொல்லணும். 16 പടയാളികളെ റോമൻ ഗവൺമെന്റ് കാവൽ നിർത്തിയിരിക്കുകയാണ്. அங்க 16 போர் சேவர்களை அந்த ரோமா அரசு காவல் நிறுத்தி இருக்கிறது. ഇന്നിതുവരെ റോമൻ ഗവൺമെന്റ് ഒരു ശവത്തിന് കാവൽ നിന്ന് കാണത്തില്ല. இன்றைக்கு வரைக்கும் இப்படி ஒரு பிரேதத்திற்கு காவல் காத்தது இருக்காது. ഇപ്പൊ ഒരു ശവത്തിന് 16 പടയാളികളെ കാവൽ നിർത്തിയിരിക്കുക. இப்போ ஒரு செத்து போன ஒரு பிரேதத்தை 16 பேர் காத்து கொண்டிருக்கிறார்கள். അവര് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന ശിക്ഷ എന്താന്ന് ചോദിച്ചാൽ മരണശിക്ഷയാ. அவங்க ஒருவேளை தவறி உறங்கிட்டாங்கன்னா அவங்களுக்கு மரண தண்டனை விதிக்கப்படும். പക്ഷേ ആ ഒരു കഥ, ആ ഒരു കള്ളക്കഥ, ഇവർ ഉറങ്ങിയപ്പോൾ യേശുവിനെ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോ ഇവരുടെ തല പോകുന്ന കേസല്ലേ അത്? இவங்க உறங்கிட்டாங்க அப்போ இயேசுவை கொண்டு போயிட்டாங்கன்னு சொன்னா இவங்க தலையை சீவிடுவாங்கல்ல. ഈ യേശുവിനെ അവിടുന്ന് ഈ കല്ലറയ്ക്കകത്തുനിന്ന് കർത്താവിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഈ 16 പടയാളികൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്തോ ഉറക്കമായി ഇവർ ഉറങ്ങി. இந்த உள்ள இருக்கிற அந்த சரீரத்தை எடுத்துக்கொண்டு போகிற பொழுது இவங்களுக்கு தெரியாதுன்னு சொன்னா இப்படி ஒரு கனநித்திரை நாவி இவர்களுக்கு எங்கிருந்து வந்தது? എന്തൊരു ബോധമില്ലാത്ത ഉറക്കമാണ്. எவ்வளவு உணர்வற்ற உறக்கம். പിന്നെ ഇവര് പറയുകയാണ് യേശുവിനെ ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന്. அதுக்கு பிறகு சொல்றாங்க இயேசுவை சீஷர்கள் திருட்டளவாய் கொண்டு போனார்கள் என்று. ഇന്ന് ഏത് മോഷണവും പിടിക്കാനുള്ള സംവിധാനങ്ങളും CC ക്യാമറയും ഒക്കെ ഇന്നുണ്ട്. இன்னைக்கு என்ன திருட்டு பண்ணினாலும் கவனிக்கிறதற்கு சிசிடிவி கேமரா உண்டு. പക്ഷേ അന്ന് CC ക്യാമറ ഇല്ല. அன்னைக்கு அது இல்ல. പിന്നെ എങ്ങനെ ഇവർ അറിഞ്ഞു ശിഷ്യന്മാർ വന്ന് കൊണ്ടുപോയി? பின்ன எப்படி சீஷர்கள் கொண்டு போனாங்கன்னு உங்களுக்கு தெரியும்? ആകെ മൊത്തം ടോട്ടൽ കള്ളം. மொத்தத்தில் அவங்க தவறு சொன்னார்கள்.
സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ മത്തായി സുവിശേഷത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, മത്തായി സുവിശേഷത്തിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടുവോളം പണം കൊടുത്ത് ഇത് ചെയ്യിപ്പിച്ചെന്ന്. അവങ്ങൾക്ക് தேவையான பணம் கொடுத்து இதை சொல்ல வச்சாங்க. ഒരു കാര്യം എനിക്ക് ആ വാക്യം വായിച്ചപ്പോൾ മനസ്സിലായി. ஒரு காரியத்தை அந்த வசனத்தை வாசித்த பொழுது புரிந்தது. പണം കൊടുത്താൽ ഏത് സത്യത്തെയും മൂടി വെക്കാം. பணம் கொடுத்தால் எந்த உண்மை உபதேசத்தையும் மறைத்து வைக்க முடியும். ഏത് വിഷയത്തിലും വ്യാജ പ്രചരണങ്ങൾ നടത്താം. எந்த விஷயத்திலும் தவறான செய்திகளை வெளியிட முடியும். മത്തായി സുവിശേഷത്തിൽ പറയുന്നത് ആ കഥ യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങിയെന്ന്. அப்படி அந்த கதை யூதர்கள் மத்தியிலே பிரபலமாயிற்று. ഇന്നത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ വൈറലായി. இன்றைக்கு உள்ள பிள்ளைகளிடத்துல சொன்னா அது நிறைய வைரல் ஆயிடுச்சு. സ്തോത്രം പറഞ്ഞാട്ട് ஒரு சோத்திரம் சொல்லுங்க பார்க்கலாம். നിങ്ങളതൊന്നും കേട്ടിട്ടില്ല അല്ലേ? நீங்க കേട്ടത് இல்லையா? ആദ്യമായിട്ട് കേൾക്കുകയാണോ? அதெல்லாம் கேட்டிருக்கீங்களா? വൈറലാകാൻ എന്തെല്ലാം പരിപാടി ആരെല്ലാം ചെയ്യുന്നു. ஐயோ வைரல் ஆகணும், லைக் கிடைக்கணும், என்னெல்லாம் செய்றாங்க. കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ട് ഏതോ ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു യൗവനക്കാരെ കൂട്ടുകാർ കാണാൻ പോയത് വൈറലാകാൻ വേണ്ടി. അവൻ ആ പാറയുടെ ഏറ്റവും വരെ ചെന്നിട്ട് അവനെ ഫോട്ടോ എടുപ്പിക്കുകയാണ്. அங்க ஒரு பாறையில மேல ஏறி அந்த மேல உச்சில போய் நின்னுட்டு ஒரு போட்டோ எடுக்கிறார்கள். അവരിങ്ങനെ ഓരോ പൊസിഷൻ നോക്കി നോക്കി ആ പാറയുടെ അറ്റച്ച് തന്നു താഴോട്ടൊന്ന് പോയി നല്ലോണം വൈറലായി. அவங்க அந்த பாறையில இருந்து இப்படியே போய் 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 அந்த பாறையின் விளிம்புல போய் கீழே விழுந்தாங்க. அது பார்க்கிறதுக்கு நல்ல லைக்கும் வைரலும் கிடைச்சது. புரிஞ்சுதா இல்லையா? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കണം പ്രിയരേ, நீங்க கேட்க வேண்டும் நண்பர்களே. പണത്തിന്റെ മുൻപിൽ ഇവർക്ക് റോമൻ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ പോലും ഈ കാവൽക്കാർ മറന്നുപോയി. பணத்திற்கு முன்பதா இந்த ரோமா போர்ச்சே அரசாங்கத்தினால் இவர்களுக்கு வருகிற தண்டனை கூட லஞ்சத்திற்கு முன்பு மறந்து போனார்கள். പണമുള്ളവർ ചെയ്തു വെച്ചതിന്റെ അനന്തര ഫലം ഭയപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ശിഷ്യന്മാർ ഒരു വീടിനകത്ത് വാതിലടച്ചിരിക്കുമ്പോൾ பணமுள்ளவர்கள் செய்த இந்த தவறான காரியத்தினாலே சீசர்கள் பயந்து ஒரு வீட்டின் கதவை பூட்டிக்கொண்டு அறைக்குள் உட்கார்ந்திருக்கிறார்கள். പണമില്ലാത്ത ശിഷ്യന്മാർക്ക് വേണ്ടി, பணமில்லாத சீசர்களுக்காக കർത്താവ് അവിടേക്ക് പ്രത്യക്ഷനായി. கர்த்தர் அவர்கள் நடுவிலே இறங்கினார். ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. இந்த இரவிலே நான் ஒரு காரியத்தை சொல்லட்டும். പണം കൊണ്ടെല്ലാം നേടാമെന്ന് ചിന്തിക്കരുത്. பணத்தை பெற்றுக்கொண்டு எல்லாவற்றையும் சாதித்து விடலாம் என்று நினைக்க கூடாது. ചിലതൊക്കെ സാധിക്കുമെന്ന് തോന്നിയാലും, இதெல்லாம் நீங்கள் சாதிப்பீர்கள் என்று நினைத்தாலும் അതിനപ്പുറമായതൊന്നുണ്ട്. அதற்கு அந்த பக்கத்தில் ஒன்றுண்டு. കർത്താവിന്റെ പ്രവൃത്തിയാണ്. நல்ல கையை தட்டி சொல்லுங்க, அது கர்த்தர் செய்கிற வல்லமையுள்ள கிரியை. ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. യഹൂദന്മാരെ ഭയപ്പെട്ടു വാതിൽ അടച്ചിരിക്കുമ്പോൾ യേശു പ്രത്യക്ഷനായി പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. யூதர்களுக்கு பயந்து வீட்டிற்குள்ளே ஒளித்து கதவை பூட்டிக் கொண்டிருக்கிற பொழுது இயேசு சொல்லுகிறார், உங்களுக்கு சமாதானம். ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം യേശുവിനെ ഒന്ന് ഉയർത്തി പറയട്ടെ. இன்று ராத்திரில நான் இயேசுவை உயர்த்தி சொல்லட்டுமா? നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരുന്നവൻ, நல்ல கையை தட்டி சொல்லுங்க, நாம் இருக்கிற இடத்துல இறங்கி வருகிற வல்லமை உள்ளவர் அவர். അവനെ കാണാൻ ഒരു മല കയറി പോകണ്ട. அவரை பார்க்க யாரும் மலையேற வேண்டியதில்லை. അവനെ കാണാൻ ഒരു വിശുദ്ധ സ്ഥലം നോക്കി പോകണ്ട. அவரை பார்ப்பதற்கு எங்காகிலும் ஒரு பரிசுத்த ஸ்தலம் இருக்கிறதா என்று தேட வேண்டியதில்லை. നീ ഇരിക്കുന്നിടത്ത്, நீ இருக்கிற இடத்துல, ആ കൊച്ചു വീട്ടിൽ, அந்த சின்ன வீட்டுல, ആ മഴ പെയ്താൽ ചോരുന്ന വീട്ടിൽ, அந்த தண்ணீர் விழுகிற அந்த மலை ஒழுக்கின் வீட்டிலே. ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. ഇന്ന് രാത്രിയിൽ ഒരു പക്ഷേ ഗസ്റ്റ് വന്നാൽ അവരെ ഇരുത്താനുള്ള നല്ലൊരു കസേര നിനക്ക് കാണത്തില്ല. ஒரு நல்ல விருந்தினர் வந்தால் கூட உட்கார வைத்து சந்தோஷமாய் அவர்களை உட்கார வைப்பதற்கு ஒரு நல்ல சேர் உங்களுக்கு எல்லாம் இருக்கலாம். പക്ഷേ യേശു ഇന്ന് രാത്രി ആ വീട്ടിലേക്ക് ഇറങ്ങാൻ அந்த ആഗ്രഹിക്കുന്നു. ஏழை வீட்டில் இயேசு இன்று வர விரும்புகிறார். ആരോടും പറയാൻ കഴിയാത്ത വിഷയവുമായി ഭാരപ്പെട്ട് ഹൃദയം പൊട്ടിയിരിക്കുന്ന സഹോദരി സഹോദര, നിങ്ങളോടാണ് രാത്രി സംസാരിക്കുന്നത്. யாரோடும் சொல்ல முடியாத கனத்த
பாரத்தோடு இருதயத்திற்குள் வைத்திருக்கிற உன்னோடு சகோதரனே சகோதரியே நண்பனே உன்னோடு கர்த்தர் பேசுகிறார். ഇരുന്ന സ്ഥലത്ത് യേശു പ്രത്യക്ഷപ്പെട്ടു. இயேசு சீசரில் இருந்த இடத்திலே வெளிப்பட்டார். ശിഷ്യന്മാർ ഭയപ്പെട്ട് മുറിക്കകത്തിരിക്കുകയാണെന്ന് ആരാ യേശുവിനെ വാട്സപ്പിൽ മെസ്സേജ് കൊടുത്ത് അറിയിച്ച്? சீசர்கள் பயந்து அங்க ஒளிச்சிருக்காங்க அப்படின்னு சொல்லிட்டு வாட்ஸ்அப்ல இயேசுக்கு யாராவது அறிவிச்சாங்களா? ആരെങ്കിലും അറിയിച്ചോ? யாராவது சொன்னாங்களா? ആരും അറിയിക്കണ്ട, யாரும் சொல்லாண்டோ, ആരും അറിയണ്ടെന്ന്, யாருக்கு தெரியாண்டோ, ഒരു രക്തബന്ധവും അറിയണ്ടെന്ന്, ஒரு சொந்தக்காரர்கள் அறிய வேண்டாம், ഒരു സഹോദരങ്ങളും ஒரு അറിയണ്ടെന്ന്. சகோதரர்களுக்கு தெரிய வேண்டாம். പക്ഷെ നിന്നെ നന്നായി അറിയാവുന്ന ഒരുവനുണ്ട്. உன்னை நன்றாய் அறிகிற ஒருவர் உண்டு. ആ കരങ്ങളൊന്ന് ഉയർത്തി പറയാൻ പറ്റുമോ? அந்த கரங்களை உயர்த்தி சொல்ல முடியுமா? എന്റെ ഭർത്താവ് എന്നെ അറിയുന്നതിനേക്കാൾ, என் கணவனார் என்னை அறிகிறதை விட, എന്റെ ഭാര്യ എന്നെ അറിയുന്നതിനേക്കാൾ, என்னுடைய மனைவி என்னை தெரிந்து கொள்வதை விட, എന്റെ മക്കൾ എന്നെ അറിയുന്നതിനേക്കാൾ, என்னுடைய பிள்ளைகள் என்னை அறிந்து கொள்வதை விட, എന്നെ നന്നായി അറിയാവുന്ന ഒരു യേശുവുണ്ട്. என்னை நன்றாய் அறிகிற ஒரு இயேசு உண்டு. Praise the Lord. ஹalleluya, Hallelujah. ஹalleluya. യേശു അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് இயேசு அங்க வெளிப்பட்ட பின்பு അവരോട് എന്താ പറഞ്ഞത്? அவர்களோடு என்ன சொன்னார்? നിങ്ങൾക്ക് വിശക്കുന്നല്ലേ, உங்களுக்கு பசிக்குதுல, നിങ്ങൾക്കൊരു ചിക്കൻ ബിരിയാണി മേടിച്ച് തരാമെന്നല്ലേ உங்களுக்கு ஒரு கோழி இறைச்சி வச்சு நல்ல பிரியாணி ஒன்று செய்து தருகிறேன்னு சொல்லல. യേശു പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. இயேசு அவர்களை பார்த்து உங்களுக்கு சமாதானம் என்றார். ഓ രക്തത്താൽ ജയം. இயேசுவின் இரத்தத்தால் ஜெயம். കർത്താവിന് മനസ്സിലായി, கர்த்தருக்கு புரிந்தது, ഇപ്പോൾ ഇവർക്ക് ചിക്കൻ ബിരിയാണി കൊടുത്താൽ ഇറങ്ങത്തില്ല. இப்போது இவர்களுக்கு கோழி இறைச்சி வச்சு நல்ல பிரியாணி கொடுத்தாலும் இவங்க சாப்பிட மாட்டாங்க. നിങ്ങൾ ആരും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എന്റെ ഒരു സ്നേഹിതനുണ്ട് കേട്ടോ, എന്റെ ഒരു സ്നേഹിതൻ, என்னுடைய ஒரு நண்பன் உண்டு, വിദേശത്താ, வெளிநாட்டுல, ബിസിനസ്സുകാരനാ. அவன் நல்ல வியாபாரி. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. அவர் என்னோடு சொன்னார், ഈ ബിസിനസ്സുകാർക്കെന്ന് പറഞ്ഞാൽ ടെൻഷൻ ഇല്ലാത്ത ഒരു ദിവസമില്ല. அவர்களுக்கு அந்த மன அழுத்தம் இல்லாத ஒரு நாள் இல்ல வியாபாரிகளுக்கு. ഇദ്ദേഹം എന്നോട് പറയുകയാണ്, அவர் என்கிட்ட சொன்னாரு, പക്ഷെ എനിക്ക് ടെൻഷൻ കൂടുമ്പോൾ எனக்கு அப்படியே மன அழுத்தம் வரும்போது ഭയങ്കര വിശപ്പാ, நான் பயங்கர பசி வரும், எனக்கு ഭയങ്കര ഉറക്കവാ, நல்ல தூக்கமும் வரும். ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ തിരിച്ചാ. நான் எங்களுக்கெல்லாம் தலைகீழ. വിശപ്പ്, ടെൻഷൻ വന്നാ പിന്നെ വിശപ്പും ഇല്ല, எங்களுக்கு மன அழுத்தம் வந்தா பசி இல்ல, ഉറക്കവും ഇല്ല. உறக்கமும் வராது. നിങ്ങളുടെ അങ്ങനെ ആണോ? நீங்க அப்படித்தானா? രക്തത്താൽ ജയമെടുക്കുക. ஸ்தோத்திரம். ഹല്ലേലൂയ. ஹல்லேலூயா. പക്ഷേ ഫുഡ് കിട്ടുമ്പോ ഞങ്ങൾ എല്ലാ ടെൻഷനും മറക്കും. எங்களுக்கு சாப்பாடு கிடைச்சா எல்லா மன அழுத்தமும் மாறும். പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോ ഞങ്ങൾ ഇതെല്ലാം ഓർത്തോണ്ടിരിക്കും. ஜெபத்துல வரும்போது இதெல்லாம் ஞாபகத்துல வச்சிருப்போம். മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. മനസ്സിലാകുന്നവർക്കാக ஸ்தோத்திரம். ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. നീ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോ ഇതെല്ലാം മറന്നിരിക്കണം. இந்த ஜெபத்துல வருகிற பொழுது இதெல்லாம் மறந்துடணும். യേശുവിന് മനസ്സിലായി, இயேசுவுக்கு புரிந்தது. ഇപ്പോൾ ഈ ശിഷ്യന്മാർക്ക് എന്താ വേണ്ടത്? இப்பொழுது இந்த சீஷர்களுக்கு என்ன வேண்டும்? Praise the Lord. ஹalleluya. ഇങ്ങനെ അറിയുന്ന ഒരു കർത്താവിനെ നീ ആരാധിക്കും. இப்படி நம்முடைய ஆழங்களை அறிகிற ஒரு கர்த்தரை தான் நீங்கள் ஆராதிக்கிறீர்கள். Praise the Lord. ஹalleluya. എത്ര സ്നേഹമുള്ള അപ്പനായാലും അമ്മയായാലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും. எவ்வளவு சிநேகமான தாயும் தகப்பனும் பிள்ளைகளுடைய அந்த இருதயத்தை ஒரு அளவுதான் அறிய முடியும். അപ്പൊ എന്റെ മോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. அவருடைய மகள் 8வது வகுப்புல ഈ படிக்கிறார். പെൺപിള്ളേർക്ക് അപ്പനോട് കൂടുതൽ ഇഷ്ടമാന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. பெண் பிள்ளைகள் தகப்பனாரோடு ரொம்ப சிநேகமா இருப்பார்கள் என்று சொல்லுவார்கள். തമിഴ്നാട്ടിൽ അപ്പടിയാണോ എന്ന് എനിക്ക് தெரியாது. தமிழ்நாட்டில் அப்படிதானா எனக்கு தெரியாது. പക്ഷെ എന്തായാലും അവക്ക് എന്നോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. அவளுக்கு என்னோட ஒரு விசேஷித்த அன்பு உண்டு. ചില ആവശ്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ വന്ന് പറയുമ്പോ, சில தேவைகள் என்னிடத்துல வந்து சொல்லும்போது ഞാൻ അതത്ര കേൾക്കത്തില്ല. நான் அதை அவ்வளவு கவனிக்கிறது இல்லை. അപ്പോൾ അവൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയാറുണ്ട്, அவள் கோபத்துல சொல்லுகிறதுண்டு, പപ്പയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. அப்பாவுக்கு இது ஒண்ணும் புரியாது. 8ാം ക്ലാസ്സുകാരി പറയുക എന്നോട്, പപ്പയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക. 8ാം ക്ലാസ്സിൽ உள்ள பிள்ளை சொல்லுங்க, அப்பாவுக்கு இது ஒண்ணும் മനസ്സിലാകാது. ശരിയാ മോളെ? சரிதானே? നീ പറഞ്ഞത് ശരിയാ. இது சரிதானா? പപ്പയ്ക്ക് എല്ലാം ഒന്നും മനസ്സിലാകത്തില്ല, அப்பாவுக்கு இது ஒண்ணும் മനസ്സിലാകാது. പക്ഷെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അപ്പൻ സ്വർഗ്ഗത്തിലുണ്ട്. ஆனால் எல்லாரையும் புரிந்து கொள்ளுகிற ஒரு நல்ல சர்வ வல்லமையுள்ள கர்த்தர் பரலோகத்தில் உண்டு. നിന്റെ ജീവിത പങ്കാളിക്കെല്ലാം മനസ്സിലാകത്തില്ല, உன்னுடைய வாழ்க்கை துணைக்கு எல்லாம் புரியாது. നൊന്തു പ്രസവിച്ച തലമുറയ്ക്കെല്ലാം മനസ്സിലാകത്തില്ല, ஒருவேளை பிரசவ வேதனையோடு பெற்ற தாய்க்கு கூட புரியாமல் இருக்கலாம். നിങ്ങളുടെ പാസ്റ്റർമാർക്കെല്ലാം മനസ്സിലാകത്തില്ല, உங்கள் போதகர்
மனிதர்களுக்கு எல்லாம் புரியாமல் இருக்கலாம். പക്ഷെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അപ്പൻ നിനക്കുണ്ട്. கரங்களை உயர்த்தி எல்லாம் புரிகிற ஒரு தேவன் உண்டு. അത് വിശ്വസിക്കുന്നവർക്ക്, அதை விசுவாசிக்கிறவர்கள், അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം அதை ചെയ്യുക. விசுவாசிக்கிறவர்களுக்காய் ஸ்தோத்திரம் சொல்லுகிறேன். ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ യേശുവിன் முதலாவது தரிசனம் അവർക്ക് ലഭിച്ചത് സമാധാനം. அவர்களுக்கு கிடைத்தது சமாதானம். ലോകത്തിൽ ഏറ്റവും വലിയത് എന്താ പ്രിയരെ? உலகத்தில் எது மேன்மையானது? ലോകത്തിൽ ഏറ്റവും വലിയത് എന്താണ്? உலகத்தில் எது மேன்மையானது? ലോകത്തിൽ ഏറ്റവും വലിയത് എന്താണെന്ന് ചോദിച്ചാൽ உலகத்தில் எது மேன்மையானது என்றால் 3 നില വീടല്ല, 3 மாடி வீடல்ல, കാർപോച്ചിലെ കാറല്ല, அந்த நல்ல கார் விடுகிறதற்கான இடம் அல்ல, മക്കളെല്ലാം അമേരിക്കയിൽ എത്തുന്നതല്ല, ஒருவேளை பிள்ளைகள் எல்லாம் அமெரிக்காவில் இருக்கிறதல்ல. ലോകത്തിൽ ഏറ്റവും വലിയത് സമാധാനമാണ്. உலகத்தில் மிகவும் அதிகமானது சமாதானம். പണ്ടത്തെ കാലഘട്ടത്ത് ഇന്ന് കാണുന്ന വലിയ വീടോ സൗകര്യങ്ങളോ ഒന്നും നമ്മുടെ പിതാക്കന്മാർക്കില്ലായിരുന്നു. இன்று பார்க்கிற இந்த வீடோ இந்த நல்ல வசதிகளோ நம்முடைய தகப்பன்மாருக்கு இல்லை. പക്ഷെ അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. அவர்களான சந்தோஷமா இருந்தாங்க. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം. நீங்க இருக்க இருப்ப பார்த்தா தெரியும். 75 കിലോ ഉള്ള അമ്മാമ്മയുടെ തലയിൽ 125 കിലോയുടെ ടെൻഷൻ. அந்த 75 கிலோ அம்மாவுக்கு 125 கிலோவுக்கு பாரம் உண்டு. മോടെ കാര്യം എന്താകുമോ? ஐயோ என் பிள்ளைங்க காரியம் என்ன ஆகுமோ தெரியல. മോന്റെ കാര്യം എന്താകുമോ? ஐயோ என் பையன் காரியம் எப்படி முடியுமோ? ഒരു ചെറിയ തലവേദനയാ, ഇത് വല്ലോ ക്യാൻസറായി മാറുമോ? ஒரு சின்ன தலைவேதனை ஒருவேளை கேன்சரா மாறிடுமோ? സ്തോത്രം, ஸ்தோத்திரம். ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ. ஹல்லேலூயா. കാരാഗ്രഹത്തിൽ കിടന്നും പൗലോസ് പറഞ്ഞ് കർത്താവിൽ സന്തോഷിക്കാൻ. அந்த சிறைச்சாலையில் இருந்த பவுல் சொல்லுகிறார், கர்த்தருக்குள் சந்தோஷமாயிருங்கள். സ്തോത്രം പറഞ്ഞാട്ടെ. ஒரு ஸ்தோத்திரம் சொல்லுங்க பார்க்கலாம் எல்லாரும். ഹല്ലേലൂയ. எல்லாரும் ஸ்தோத்திரம் பண்ணுங்க, ஸ்தோத்திரம் பண்ணுங்க. ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ അവർക്ക് എന്തില്ലയോ അത് യേശു കൊടുത്തു. மூன்றாவது தரிசனத்தில் அவர்களுக்கு என்ன இல்லையோ அது கிடைத்தது. ഹല്ലേലൂയ. ഈ നമുക്ക് ഈ ശമരിയാക്കാരന്റെ സ്റ്റോറി അറിയാലല്ലേ? இந்த சமாரியாக்காரருடைய நிலையை தெரியும்ல? ഞാനിത് ഔട്ട്സൈഡ് മീറ്റിംഗ് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പ്രസംഗിക്കുന്നു. நான் வெளிய பிரசங்கம் ஆனனால சிம்பிளா சொல்லிட்டு இருக்கேன். ഇവിടെ വലിയ ഹീബ്രു, വലിയ ഗ്രീക്കും വലിയ കാര്യമൊന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇവിടെ യേശുവിനെ பெரிய கிரீக்கும் எபிரேயமும் சொல்ல வேண்டிய அவசியம் இல்லை. ഞാൻ ഇന്ന് രാത്രിയിൽ കൂടുതൽ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് യേശുവിനെ കൂടുതൽ അറിയാത്ത ആൾക്കാരോടാ. நான் ராத்திரில பிரசங்கிக்க வரும்போது இயேசுவை அதிகம் அறியாதவர்களிடத்துல. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദാവീദും ഗോലിയാത്തും മോശയും എല്ലാം കൂടെ പറഞ്ഞു, മോശയുടെ വടിയും കവണയും കണ്ടും എല്ലാം കൂടെ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നതല്ലാതെ മറ്റവർക്കൊന്നും കിട്ടത്തില്ല. இங்க இருந்து மோசையும் கோலியாத்தும் தாவீதும் அந்த தடியை எல்லாம் பேசி இவங்க கையை தட்டுவாங்களே தவிர வெளியே ஒண்ணு நடக்காது. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ യേശുവിനെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. நான் அதனால இயேசுவை மட்டும் உயர்த்த விரும்புகிறேன். അത് യേശു അങ്ങോട്ട് ഉയരുമ്പോൾ നിന്റെ രക്തം അങ്ങ് തിളക്കണം. இயேசுவை உயர்த்தும் போது உங்க ரத்தம் அப்படி துள்ளணும். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവായിട്ട് ഇച്ചിരി ബന്ധമുള്ളവർക്കേ ആ രക്തം തിളക്കത്തുള്ളൂ. அந்த இயேசுவோடு உள்ள சொந்தம் உள்ளவங்களுக்கு தான் அந்த ரத்தம் அப்படி துள்ளும். അല്ലെങ്കിൽ നിങ്ങളുടെ രക്തം തിളക്കും. നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറയണം, രക്തം അങ്ങ് തിളയ്ക്കും. வேற யாராவது உங்களை பத்தி சொல்லிட்டா அப்படின்னா பிரஷர் ஏறிரும். അന്യഭാഷ പറയുന്ന വാ കൊണ്ട് ഏതൊക്കെ ഭാഷ പിന്നെ പറയുന്നു ഡിക്ഷണറി പോലും ഇല്ല. அந்நிய பாஷை பேசுற அந்த வாயில பேசுற வார்த்தை அகராதியில கூட இல்ல. എന്തായാലും നല്ലോണം വരുന്ന ട്രാൻസ്ലേഷൻ അനുഗ്രഹിക്കട്ടെ. അയ്യോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇല്ലേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. ഗോഡ് ബ്ലസ് യു. ശ്രദ്ധിച്ചേ, ഈ ശമരിയാക്കാരന്റെ യാത്ര നിങ്ങൾ ശ്രദ്ധിച്ചേ. இந்த சமாரியாக்காரனுடைய அந்த பிரயாணத்தை புரிந்து கொள்ளுங்கள். അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അല്ലേ? அவன் கள்ளர் கையில் அகப்பட்டான். അർത്ഥപ്രാണനായി അവനെ ഇട്ടേച്ചു പോയി. அவனை குற்றுயிரா விட்டுட்டு போனாங்க. എനിക്ക് 2 പേരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. எனக்கு 2 பேரோட பயங்கர கோபம். ഭാഷാണെങ്കിലും ദേശത്തിന് കുറവൊന്നുമില്ല. ഭാഷയ്ക്ക് വേഷത്തും കുറവില്ല. എന്റെ കാര്യമല്ലേ പറഞ്ഞേ, നിങ്ങൾ സന്തോഷിക്കുക. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഇവര് 2 പേരോട്. எனக்கு 2 பேரோட பயங்கர கோபம். പുരോഹിതനോടും ലേവ്യനോടും. அந்த ஆசாரியனோடும் லேவியனோடும். അവര് വണ്ടി നിർത്തി. அவங்க வண்டியை நிறுத்தினாங்க, இறங்கினாங்க, നോക്കി, அவனை எட்டி பார்த்தாங்க. എന്തൊരവസ്ഥയാണ്. பயங்கர கஷ்டம்தான். ഞങ്ങൾ ചർച്ചിൽ ചെന്ന് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോളാം. நாங்க அங்க சர்ச்சில போய் பிடிச்சு வச்சு ஜெபம் பண்ணலாம். ദൈവം അനുഗ്രഹിക്കണം. தெய்வம் ஆண்டவர் ஆசீர்வதிப்பார். ഞാൻ ചോദിച്ചു, ഇവരെന്നെ ആൾക്കാർ என்ன இவங்க வேலை?
മൂന്നാമത് ശമരിയക്കാരൻ വന്നു. மூணாவது சமாரியாக்காரன் வந்தார். എണ്ണയും വീഞ്ഞുമൊക്കെ പകർന്നു. அவர் எண்ணெய் திராட்சரசம் ஊற்றினார். അവനെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ എത്തിച്ചു. அவனை வாகனத்தில் ஏற்றிக்கொண்டு சத்திரத்தில் சேர்த்தார். അപ്പം ഈ ലേവിനും പുരോഹിതനും എന്നോട് പറയുക, இந்த லேவியனும் ஆசாரியனும் சொல்றாங்க, പാസ്റ്റർ ഞങ്ങളോട് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല, எங்களோட கோபப்பட்டு ஒரு பிரயோஜனம் இல்ல. ഈ പ്രാണൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവന്റെ ഇപ്പോഴത്തെ ആവശ്യമാകുന്ന എണ്ണയും വീഞ്ഞും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. இப்பொழுது அவர்கள் அவனுடைய தேவையை கொடுக்கிறதற்கான எண்ணெயும் திராட்சரசமும் எங்களிடத்துல இல்லை. മനസ്സിലാകുന്നുണ്ടോ? புரிஞ்சிருக்கா? ഞങ്ങൾ വേണമെങ്കിൽ ഒരു ഫുഡ് മേടിച്ചു കൊടുക്കാം. நாங்க வேணும்னா வழியில ஒரு சாப்பாடு வாங்கி கொடுக்கலாம். നേരത്തെ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞായിരുന്നേ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വരുമ്പോഴേ എണ്ണയും വീഞ്ഞും കൊണ്ട് വന്നേനെ. நாங்க ஒருவேளை யாராவது ஆலயத்துல போன் பண்ணி சொல்லி இருந்தாங்கன்னா நாங்க திராட்சரசம் எண்ணெய் கொண்டு வந்திருப்போம். മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുന്നു. புரிந்தவர்களுக்காய் கர்த்தரை ஸ்தோத்திரிக்கிறேன். ഇവിടുത്തെ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഇത്രേ കഴിയത്തുള്ളന്നേ. இங்க இருக்கிற ஆசாரியனுக்கும் லேவியனுக்கும் இவ்வளவுதான் முடியும். ഇവിടുത്തെ മതങ്ങൾക്ക് ഇത്രേ കഴിയത്തുള്ളന്നേ. இங்க இருக்கிறவர்களுக்கு இவ்வளவுதான் முடியும். അവർ കൈമലർത്തും, அவர்கள் கை விரிப்பார்கள். ഞാൻ ഇന്നലെ പാലക്കാടായിരുന്നു. நான் நேற்றைக்கு பாலக்காட்டுல இருந்தேன். രാത്രിയില് മീറ്റിംഗ് കഴിഞ്ഞിട്ട് തന്നെ അവര് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാൻ വരുന്ന വഴിയിൽ அந்த ரயில்வே ஸ்டேஷன்ல கொண்டு வருவதற்காக அவர்கள் ഫ്രണ്ടിൽ ഒരുപാട് ജനം രാത്രിയിൽ அங்க நிறைய ஜனங்கள் கூட்டத்துல വാഹനം സ്ലോ ചെയ്ത് നിർത്തിയപ്പോൾ அந்த வாகனத்தை கொஞ்சம் மெதுவா போன போது ഒരു 10-23 വയസ്സുള്ള യൗവനക്കാരൻ ബ്ലഡിൽ കുളിച്ച് റോഡിൽ ബൈക്ക് ആക്സിഡന്റിൽ കിടക്കുകയാണ്. ஒரு 23 വയതുള്ള ഒരു വാലിബൻ രക്തത്തിൽ കുളിത്ത് കിടക്കുകയാണ്. എല്ലാവരും ചുറ്റും നിന്ന് നോക്കുന്നതല്ലാതെ എല്ലാരും சுத்தி நின்று பார்க்கிறார்களே தவிர മരണപ്പെട്ട് കഴിയാൻ സാധ്യതയുണ്ട്. അവൻ செத்து போயிருப்பான். ഒന്നും ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല. ഒന്നും செய்ய யாருக்கும் முடியல. Praise the Lord. Hallelujah. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ഇന്ന് രാത്രി ഉനക്ക് ഒരു കാര്യത്തെ சொல்லட்டும். ലേവിനും പുരോഹിതനും കഴിയാത്തത് ആസാര്യനുക്കും ലേവിയനുക്കും ഇയലാതത് ഇപ്പോഴത്തെ നിന്റെ വിഷയം എണ്ണയാണെന്ന് മനസ്സിലാക്കി ഉன்னுடைய தேவை என்ன என்று புரிந்து ഇപ്പോഴത്തെ നിന്റെ വിഷയം വീഞ്ഞാണെന്ന് മനസ്സിലാക്കി இப்பொழுது உன்னுடைய தேவை திராட்சரசம் என்று புரிந்து നിന്റെ പ്രാണനെ രക്ഷപ്പെടുത്തുന്നതാണെന്ന് മനസ്സിലാക്കി உன்னுடைய ஜீவனை ரட்சிப்பதை புரிந்துகொண்டு നിന്റെ ഇപ്പോഴത്തെ വിഷയം എന്താണോ இப்பொழுது உன்னுடைய தேவை எதுவோ അത് പരിഹരിക്കാൻ அதை சீர் செய்ய കരുത്തുള്ള ஒரு കരുണை ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ஒருவரே உண்டு. അതാ ഈ രാത്രി ഞാൻ ഉയർത്തുന്ന அவர்தான் நான் உயர்த்துகிறேன். യേശു കർത്താവ്. எல்லாரும் சேர்ந்து சத்தமா இயேசு. രക്തത്താൽ ജയമെടുക്കുക. യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ അവർക്ക് ലഭിച്ചു സമാധാനം. യേശുவுக்கு முதலாவது இயேசு தம்முடைய சீஷர்களுக்கு தரிசனமாக்கின முதலாவது பகுதி. അങ്ങനെ വിശദീകരിച്ച് പോയാൽ മൂന്നാമത്തെ പ്രത്യക്ഷതയിലേക്ക് എനിക്ക് എത്തുവാൻ കഴിയില്ല. அதை நான் விவரித்து சொன்னேன். ஆனால் மூன்றாவது தரிசனத்திலே செல்ல முடியாது. യേശുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത, യേശുവിന്റെ രണ്ടാമത് ദർശനം 20-ാം അധ്യായം 20ാவது அதிகாரம் 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ് 24 മുതൽ 28 വരെ ഉള്ള വചനം. യേശുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത നമ്മൾ കാണുന്നത്. രണ്ടാമത് ദർശനം പാർക്കും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള യോവാൻ 20ാவது அதிகாரம் 24 മുതൽ 28 வரை உள்ள வசனங்கள். இயேசு வந்திருந்த போது 12 ஒருவனாகிய திதிமு எனப்பட்ட தோமா என்பவன் அவர்களுடனே கூட இருக்கவில்லை. மற்ற சீஷர்கள் கர்த்தரை கண்டோம் என்று அவருடனே சொன்னார்கள். அதற்கு அவன் அவருடைய கைகளில் ஆணிகளால் உண்டான காயத்தை நான் கண்டு அந்த காயத்தில் என் விரலை விட்டு என் கையை அவருடைய விலாவிலை போட்டால் ஒழிய விசுவாசிக்க மாட்டேன் என்றான். மறுபடியும் 8 நாளைக்கு பின்பு அவருடைய சீஷர்கள் வீட்டுக்குள்ளே இருந்தார்கள். தோமாவும் அவர்களுடனே கூட இருந்தான். கதவுகள் பூட்டப்பட்டிருந்தது. அப்பொழுது இயேசு வந்து நடுவே நின்று உங்களுக்கு சமாதானம் என்றார். பின்பு அவர் தோமாவை நோக்கி, நீ உன் விரலை இங்கே நீட்டி என் கைகளை பார், உன் கையை நீட்டி என் விலாவிலை போடு, அவிசுவாசமாயிராமல் விசுவாசியாய் இரு என்றார். വിശ്വാസിയായി இரு என்றார். അതന്നെ, அதுதான் முக்கியம். ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത, യേശു இரண்டாவது தரிசனமானது
ഈ രണ്ടാമത്തെ യേശുവിന്റെ പ്രത്യക്ഷത ഒരാൾക്ക് വേണ്ടിയായിരുന്നു. இந்த இரண்டாவது தரிசனம் ஒரு நபருக்காக. യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത 10 ശിഷ്യന്മാർക്കായിരുന്നു. இயேசுவின் முதலாவது தரிசனம் 10 சீசர்களுக்காக. 10 ശിഷ്യർ എന്ന് പറയുമ്പോൾ യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ട്? இயேசுக்கு எத்தனை சீசர்கள் உண்டு? 10, 11, 12, 17, 14 എത്ര ഉണ്ട്? ഉറപ്പാണോ? 18, 20. 12 ശിഷ്യന്മാർ യേശുവിനുണ്ട്. 12 சீசர்கள் இயேசுவுக்கு உண்டு. യൂദ എന്തിയെ? யூதாஸ் என்னாச்சு? യൂദ ചതു. அவன் செத்துட்டான். അതുകൊണ്ട് യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ യൂദയില്ല. அதனால முத தரிசனத்துல யூதாஸ் இல்ல. രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ തോമസ് ഇല്ല. இரண்டாவது தரிசனத்துல தோமா இல்லை. തോമസ് എവിടെ പോയി? தோமா எங்க போனாரு? കറണ്ട് ബിൽ അടയ്ക്കാനോ? கரண்ட் பில் அடிக்க போயிருப்பாரு. വാട്ടർ ബിൽ അടയ്ക്കാനോ? தண்ணி பணம் அடைக்க போயிருப்பாரா? എവിടെ പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. எங்க போனாருன்னு எனக்கு இன்னும் പക്ഷേ தெரியும். ഒരു കാര്യം എനിക്കറിയാം. ஆனா ஒண்ணு தெரியும். ഒന്നാമത് പ്രത്യക്ഷപ്പെട്ട യേശു പ്രത്യക്ഷപ്പെട്ട ആ മീറ്റിംഗിൽ തോമസ് ഇല്ലായിരുന്നു. முதலாவது தரிசனத்துல தோமா இல்லை. യേശു ഒന്നാമത് പ്രത്യക്ഷപ്പെട്ട ആ മീറ്റിംഗിൽ തോമസ് ഇല്ലായിരുന്നു. முதலாவது இயேசு தரிசனமான அந்த சீசர்கள் மத்தியிலே தோமா இல்லை. ആ മീറ്റിംഗിൽ ഇല്ലായിരുന്നു. அந்த கூட்டத்துல இல்ல. അങ്ങനെ പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സന്തോഷം. സ്തോത്രം. ആ കൂട്ടത്തിൽ ആ മീറ്റിംഗിനകത്തില്ല. அந்த கூட்டத்துக்குள்ள இல்ல. തോമസോട് ഞാൻ ചോദിച്ചു, നീ എന്താ ആ മീറ്റിംഗിന് പോകാഞ്ഞേ? தோமாவே நீ ஏன் அந்த கூட்டத்துக்கு போகல? ഞാൻ അറിഞ്ഞോ കർത്താവ് വരുമെന്ന്? கர்த்தர் வருவார்னு எனக்கு தெரியுமா? നമ്മൾ മുടക്കുന്ന പല മീറ്റിംഗിൽ കർത്താവ് വന്നിട്ട് പോവുക. நம்ம தடை பண்ணுகிற பல கூட்டங்கள்ல கர்த்தர் வந்துட்டு போறாரு. എനിക്ക് ഈ 18 വർഷം കൂനയായ ആന്റിയെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. எனக்கு அந்த 18 வருஷம் கூனியான அந்த தாயார் எனக்கு ரொம்ப பிடிக்கும். യേശു ഒരു ദിവസം പള്ളിയിൽ ചെന്നപ്പം இயேசு ஒரு நாள் ஆலயத்துக்கு சென்ற போது ഈ കൂന അവിടെ ഇരിപ്പുണ്ട്. அந்த கூனான அந்த தாய் எங்க இருக்காங்க? സ്തോത്രം. ஹல்லேலூயா. യേശുവിന്റെ കാലത്ത് 296-ലധികം സിനഗോഗുകൾ ഉണ്ടായിരുന്നു, പള്ളികൾ ഉണ്ടായിരുന്നു. இயேசு கிறிஸ்துவினுடைய காலத்துல அநேகமான ஜெபாலயங்கள் இருந்தது. അതിലൊരു പള്ളിയിലായി യേശു ചെന്നേക്കും. அது ஒரு ஜெபாலயத்துல தான் இயேசு பிரசங்கித்தார். യേശു ചെന്നപ്പോ இயேசு போன போது കർത്താവ് ഒരാളെ മാത്രമേ തൊട്ടുള്ളൂ. அங்க ஆண்டவர் ஒரு நபர் தான் தொட்டார். കൂന. கூனா இருந்தவர்கள். സ്തോത്രം പറഞ്ഞാൽ 18 വർഷം. 18 வருஷம் கூனு. നിങ്ങൾ ശ്രദ്ധിച്ചേ, நீங்க கவனிங்க. ഈ സ്ത്രീ അറിഞ്ഞായിരുന്നോ ഇന്നത്തെ ആരാധനയ്ക്ക് യേശു ഈ പള്ളി വരുമെന്ന്? இன்றைக்கு ஆராதனைக்கு இயேசு வருவார்னு அந்த தாயாருக்கு தெரியுமா? 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 தெரியாது. தெரியாது. പ്രൈസ് ദി ലോർഡ്. ஹல்லேலூயா. അവൾക്ക് അറിയത്തില്ല യേശു ഇന്നത്തെ ആരാധനയ്ക്ക് വരുമെന്ന്. அவளுக்கு தெரியாது இன்றைக்கு இயேசு வருவார்னு. ഒരൊറ്റ ആരാധന പോലും മുടക്കാതെ വരുന്നവളായിരുന്നു ഈ സ്ത്രീ. ஒரு ஆராதனை கூட தடை செய்யாமல் வந்தவள் அந்த பெண்மணி. പ്രൈസ് ദി ലോർഡ്. ஹல்லேலூயா. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാൻ പ്രിയരെ. இந்த இரவு நான் உங்களுக்கு கொண்டு சொல்லட்டும். മഴയൊക്കെ വന്നപ്പം പലരും വീട്ടിനകത്തായി പോയി. மழை വന്നതിനാல പലർ വീട്ടുக்குள்ளானார்கள். പക്ഷെ മഴയത്ത് നനഞ്ഞു വന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. மழையானாலும் நனைந்து வந்தவர்களுக்காய் கர்த்தரை ஸ்தோத்திரிக்கிறேன். ഇന്നലെ വരെ മഴയുണ്ടായിരുന്നോ? நேற்றைக்கு வரை மழை இருந்ததா? ഇന്നലെ വരെ മഴയുണ്ടായിരുന്നു ഇവിടെ? நேற்றைக்கெல்லாம் மழை இருந்ததா? ഇല്ല. ഇന്ന് മുതലല്ലേ മഴ ചെയ്തേ? മുതലാളുണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ஸ்தோத்திரம் பண்ணுங்க. ഇനിയുള്ള 3 ദിവസങ്ങൾ ആവശ്യക്കാര് മാത്രമേ ഇവിടെ വരുത്തുള്ളൂ. இந்த இனி வருகிற 3 நாட்கள் தேவை உள்ளவர்கள் மட்டும்தான் வருவாங்க. ഹല്ലേലൂയ. ஹல்லேலூயா. നിങ്ങൾ മഴയോടൊന്ന് പറഞ്ഞേ. மழையை பார்த்து சொல்லுங்க. എടാ മഴേ, மழையே, എടാ മഴേ, மழையே, ഇതിനേക്കാൾ ശക്തമായി இதை விட பலத்தோட നാളെ നീ പെയ്താലും நாளைக்கு நீ பெய்தாலும் ഞങ്ങളുടെ വരും. நாங்க இங்க வருவோம். ഞങ്ങൾ ഇന്ന് 7 മണിക്കാ വന്നതെങ്കിൽ நாங்க இன்னைக்கு 7 மணிக்கு வந்தோம்னா നാളെ ഞങ്ങൾ 5:30 വരും. நாளைக்கு 5:30க்கே வருவோம். നിനക്ക് മനസ്സിലായോ? உனக்கு புரிஞ்சா? ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ തോമസ് ഇല്ല. இயேசுவின் முதலாவது தரிசனத்துல தோமா இல்லை. അതുകൊണ്ട് യേശു രണ്ടാമത് പ്രത്യക്ഷപ്പെടുക. அதனால் இரண்டாவது தரிசனமாகிறார். ആർക്ക് വേണ്ടിയാ? யாருக்காக? തോമസിന് വേണ്ടിയാ. தோமாவுக்காக. എന്താ കാര്യം എന്നറിയോ? எதற்காக? ഈ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ യേശുവിനെ കണ്ട 10 ശിഷ്യന്മാർ വീട്ടിൽ പോയിട്ട് തോമസിനോട് പറഞ്ഞു, എടാ ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കാതെ പ്രാർത്ഥനയ്ക്ക് വരേണ്ടതായിരുന്നു, യേശു ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. அந்த முதலாவது தரிசனத்துல பார்த்த அந்த 10 சீசர்கள் சொன்னாங்க, எடா நேரத்தை வீணா செலவு பண்ணாதடா, நீ அங்க ஜெபத்துக்கு வந்திருக்கலாம்ல, இயேசு எங்களுக்கு தரிசனமானார். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു.
நாங்கள் இயேசுவை கண்டோம். ഹല്ലേലൂയ. ஹalleluya. തോമസ് പറയുക, തോമസ് சொன்னாரு, നിങ്ങൾ പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. நீங்க சொன்னவனு நான் நம்ப மாட்டேன். നിങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. நீங்க இப்படி நிறைய கதை விட்டுருக்கீங்க. ഹല്ലേലൂയ. ஹalleluya. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. அதனால இதெல்லாம் நான் நம்ப மாட்டேன். നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. நீங்க கவனிக்க. യേശുവിന്റെ പ്രത്യക്ഷത നേരിട്ട് കണ്ട 10 പേരും ആ പ്രത്യക്ഷത കാണാത്ത ഒരാളും ഒരു വീട്ടിൽ. அப்பா இயேசுவை தரிசனம் பார்த்த 10 பேரும் இயேசுவை பார்க்காத மனிதனும் ஒரே வீட்டில் இருக்கிறார். ഭയങ്കര സുഖമായിരിക്കും കേട്ടോ. மிக சந்தோஷம். സ്തോത്രം. ஹalleluya. ഹല്ലേലൂയ. ஹalleluya. 10 പേർ യേശുവിനെ കണ്ടു. 10 പേർ യേശുவை பார்த்தாங்க. ഒരാൾ കണ്ടില്ല. ஒராள் இன்னும் காணல. ഇവര് 10 പേർ എന്തോ പറഞ്ഞാലും അവൻ കേറി ഉടക്കും. இவங்க 10 பேர் என்ன சொன்னாலும் அவன் சண்டை போடுவான். സ്നാനം എന്തോ സ്നാനം? ஸ்நானம்னா இதுதான் ஸ்நானம். ഞങ്ങൾ പണ്ട് മുങ്ങിയതാ. நாங்களும் சின்னதுல முங்கிட்டோம் தெரியுமா? പാസ്വേഡ് കേട്ടോ, ഞാനൊക്കെ പറഞ്ഞത് തോന്നല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. സ്നാനോ അതന്നെ. ஸ்நானம்னா என்ன? ഞങ്ങൾ സ്നാനപ്പെട്ടതാണ്. நாங்க ஸ்நானப்பட்டோம். ചുമ്മാ. ஆமா. ഹല്ലേലൂയ. ஹalleluya. എന്തോ പറഞ്ഞാലും ചില ഉടക്ക്. என்ன சொன்னாலும் அவங்க பிரச்சனை பண்ணிட்டே இருப்பாங்க. പ്രൈസ് ദി ലോർഡ്. ஹalleluya. ഉടക്കണ്ട സഹോദര, ഉടക്കണ്ട. என்ன இயேசுவின் ஒரு தரிசனம் வெளிப்பட போகிறது. പ്രൈസ് ദി ലോർഡ്. ஹalleluya. 10 പേർ യേശുവിനെ കണ്ടു, ഒരാൾ കണ്ടില്ല. 10 പേർ യേശുவை பார்த்தாங்க, ஒரு ஆள் பார்க்கல. ഒരുമിച്ചൊരു വീട്ടിൽ. அவர்கள் எல்லாம் ஒரே வீட்ல. അനുഭവം ഉള്ളവരും അനുഭവം ഇല്ലാത്തവരും. அனுபவம் உள்ளவர்களும் அனுபவம் இல்லாதவர்களும். കാഴ്ചപ്പാടുള്ളവരും കാഴ്ചപ്പാടില്ലാത്തവരും. தரிசனம் உள்ளவர்களும் தரிசனமற்றவர்களும். ഭയങ്കര സംഘർഷമായിരിക്കും. அவங்க பயங்கர சந்திப்பு. സ്തോത്രം. എനിക്ക് എന്തായാലും ആ ഭാഗം വായിച്ചപ്പോൾ ഒരു സന്തോഷം ഉണ്ടായി. அந்த பாகத்தை வாசிச்சபோது எனக்கு சந்தோஷம் வந்தது. ഭൂരിപക്ഷം ആൾക്കാരും യേശുവിനെ കണ്ടവരാ. அதிகபட்சமானவர் இயேசுவை தரிசித்தவர்கள். ഒരാൾക്കേ ഉള്ളു കാഴ്ചപ്പാടില്ലാത്ത. ஒரு ആൾക്ക് தான் தரிசனம் இல்ல. ഇന്ന് കേരളത്തിലൊക്കെ തിരിച്ച. இன்றைக்கு கேரளாவுல தலைகீழ. മനസ്സിലാകുന്നുണ്ടോ? പല സഭകളിലും തിരിച്ച. பல சபையிலும் இப்பொழுது மாறி இருக்கிறது. കർത്താവുമായിട്ട് അനുഭവമുള്ളവര്, கர்த்தரோட நெருங்கினவர்கள் ஒரு ஆளு, ബാക്കി 10 പേർക്ക് ബാക്കി 10 പേർക്ക് ഒരു അനുഭവവും ഇല്ല. ஒரு அனுபவம் கிடையாது. അടുത്ത വർഷം മുതൽ കലണ്ടറിൽ ഞായറാഴ്ച ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിച്ചോണം. அடுத்த வருஷத்துல இருந்து காலண்டர்ல ஞாயிற்றுக்கிழமைன்னு ஒண்ணு வரவே கூடாது ஆண்டவரே. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം പറയുന്നു. ഇതുകൊണ്ടവർക്കായി സ്തോത്രം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് വിളിച്ചു പറയാൻ പോവുകയാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ദേവ ചെയ്തി ചൊല്ലുகிறேன். കർത്താവിനെ അറിഞ്ഞവരും കർത്തരെ അറിഞ്ഞവരും കർത്താവിനെ അറിയാത്തവരും കർത്തരെ അറിയാത്തവരും ഒരു വീട്ടിൽ, ഒരേ വീട്ടിൽ. ഭാര്യ കർത്താവിനെ അറിഞ്ഞു, മனைவி കർത്തരെ അറിந்தார்கள், ഭർത്താവ് അറിഞ്ഞിട്ടില്ല. കണവൻ അറിയല. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പടുക. മീറ്റിംഗ് കഴിഞ്ഞ് ചെല്ലുമ്പോ എന്തായിരിക്കും സ്ഥിതി? വീട്ടിൽ പോനാ என்ன നടക്കും? നാളെ പോകാന്ന് പറഞ്ഞൊന്നും ഇരിക്കരുത്. നാളെ പോകലാന്ന് ഇരിക്കാதீங்க. ഇന്ന് പോയതുകൊണ്ട് നിർത്തിക്കോണം. இன்னைக்கு പോയിട്ട് നിർത്തിரு. ഭയങ്കര സംഘർഷമായിരിക്കും. ഭയങ്കര ദരിശനം. പക്ഷെ ഇന്ന് രാത്രിയിൽ സ്വർഗ്ഗം ഒരു കാര്യം വിളിച്ചു പറയുന്നു. இன்னைக்கு ராத்திரி பரலோகம் ஒன்று சொல்லுகிறது. ആരാണ് യേശുവിനെ അറിയാത്തത്? யார் இயேசுவை அறியலையோ, ആരാണ് യേശുവിനെ വിശ്വസിക്കാത്തത്? யார் இயேசுவை நம்பவில்லையோ, അവർക്ക് വേണ്ടി സ്വർഗ്ഗം ഇന്ന് രാത്രി പ്രത്യക്ഷപ്പെടും. அவர்களுக்காய் இன்று பரலோகம் திறக்கிறது. നീ പറഞ്ഞത് വിശ്വസിക്കാത്തവരെ, நீ சொல்லி நம்பாதவர்கள், പ്രസംഗം കേട്ടിട്ട് വിശ്വസിക്കാത്തവരെ, பிரசங்கத்தை கேட்டும் நம்பாதவர்கள், സുവിശേഷം കേട്ടിട്ട് വിശ്വസിക്കാത്തവരെ, சுவிசேஷம் கேட்டும் நம்பாதவர்கள், വിശ്വസിപ്പിക്കുവാൻ அவர்களை நம்ப வைப்பதற்கு യേശുവിന്റെ പ്രത്യക്ഷതയ്ക്ക് കഴിയും. நல்ல கையை தட்டி சொல்லுங்க, இயேசுவுக்கு முடியும். ഓ റബാ ഹബരാദന. ஹalleluya, ஹalleluya, ഹല്ലേലൂയ, ஹalleluya, ഹല്ലേലൂയ. ஹalleluya. പിന്നെ ഈ തോമസ് അങ്കിളിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടെ. இந்த தோமாவினுடைய ஒரு தகுதி எனக்கு ரொம்ப பிடிச்சது. തോമസ് അങ്കിളിന്റെ, തോമസ് അങ്കിൾ, തോമസ് മാമാவுக்கு, തോമസ് അങ്കിളിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടെ. அந்த தோமா மாமாவுக்கு ஒரு தகுதியை பாத்தீங்களா? തോമസ് അങ്കിൾ പറയാ, அவர் சொல்லுவாரு, നിങ്ങൾ കണ്ടതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. நீங்க பார்த்ததுனால நான் நம்பணும்னு அவசியம் ஒண்ணும் இல்ல. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോകാനൊന്നും എന്നെ കിട്ടത്തില്ല. யாராவது சொன்னதெல்லாம் நம்பிட்டு இருக்கிறதுக்கு நான் அதுக்கு ஆளல்ல. എനിക്കൊരു അനുഭവം വരണം. எனக்கு ஒரு தனி தரிசனம் வேணும். അതൊരു ക്വാളിറ്റി അല്ലേ? அது ஒரு நல்ல தகுதி இல்ல? മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. മനസ്സിലാകുന്നവർക്കാக സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ചിലത് കണ്ടു കുരയ്ക്കുന്ന നായ്ക്കളുടെ ശബ്ദം കേട്ടു കുരയ്ക്കുന്ന നായ്ക്കളുണ്ട്, പട്ടികളുണ്ട്. ചില നായ്കൾ பார்த்து சத்தம் போட்டா அந்த சத்தத்தை கேட்டு குறைக்கிற சில நாய் உண்டு. നിങ്ങൾക്ക് പുരിചിത എന്താണ്? உங்களுக்கு புரிஞ்சிடல?
രാത്രിയിൽ ഒരു 11 മണിയായി. ஒரு 11 மணிக்கு ராத்திரி ஆச்சு. നമ്മുടെ വീട്ടിലെ ആ നായ ഇങ്ങനെ വാതിൽക്കൽ കിടക്കുകയാണ്. நம்ம வீட்டுல உள்ள நாய் அந்த வாசல்ல கிடக்கு. അപ്പോഴാണ് ആരോ മതിൽ ഇങ്ങനെ ചാടാൻ നിൽക്കുന്നത്. அப்போ மதில்ல அப்படியே பாப்பதற்கு எட்டி எட்டி பார்த்தாங்க. ഉടനെ ഈ നായ് ബൗ இந்த நாய் உடனே சத்தம் போட்டு അങ്ങനെ ബൗ 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 പറഞ്ഞു ഓടുന്നു. அது சத்தம் போட ஆரம்பிச்சது. 10 മിനിറ്റിനുള്ളിൽ 10 നിമിഷத்துக்குள்ள പഞ്ചായത്തിലെ എല്ലാ നായ്ക്കളും ബൗ 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 പഞ്ചായത്തിലുള്ള உள்ள எல்லா நாயும் சத்தம் போட்டது. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ പഞ്ചായത്തിലെ നായ്ക്കൾ ചോദിക്കുന്നു, നമ്മൾ എന്തിനാ കുറച്ച്? പഞ്ചായത്തിലുള്ള നായിட்ட കേട്ടോ, நீங்க எதுக்கு குறைச்சீங்க? എനിക്കറിയത്തില്ല എന്തിനാന്ന്. அது எனக்கு தெரியாது. നമ്മുടെ തോമസ് ഉട്ടിച്ചാന്റെ വീട്ടിലെ ஆனா தோமஸ் அச்சான் வீட்டுல ബ്രൂസിലി കുറച്ചപ്പോ ഞാൻ കുറച്ചതാ. அங்க ப்ரூஸ்லி சத்தம் போட்ட போது நானும் சத்தம் போட்டேன். ഹല്ലേലൂയ ഹല്ലേലൂയ. 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 പറഞ്ഞത് വല്ലതും മനസ്സിലായോ? சொன்னது புரிஞ்சுதா உங்களுக்கு? പെന്തക്കോസിന് അനുഭവമില്ലാത്തതും ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ലെന്നേ. பெந்தகோஸ்து அனுபவம் இல்லாத ஒருத்தர் இதுக்குள்ள நிக்க முடியாதுங்க. Praise the Lord. ഹല്ലേലൂയ. അവസാനം കുറച്ച് വന്നിട്ട് പഞ്ചായത്തിലെ എല്ലാ പട്ടികളും പറഞ്ഞു, നമ്മൾ വെറുതെ എന്തിനാ കുറയ്ക്കുന്നത്, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. பஞ்சாயத்துல உள்ள எல்லா நாயும் குறைச்சு முடிச்சுக்கிட்டு கடைசியில சொல்லிச்சு, நமக்கு என்னத்துக்கு இந்த விருதாவா குறைக்கும், கிடந்து உறங்கும். പക്ഷെ ബ്രൂസിലി കുര നിർത്തിയില്ല. ஆமா, ബ്രൂസിലി കുര നിർത്തിയില്ല. ஆனா ப்ரூஸ்லி சத்தம் போட நிறுத்தல. കാര്യം അവൻ കണ്ടു കുറയ്ക്കുന്നവനാ. அவர் பார்த்து குறைக்கிறார். കണ്ടു കുറയ്ക്കുന്നവനെ ഓർത്ത് സ്തോത്രം പറയുകയാണ്. கண்டு குறைக்கிறவர்களுக்காய் கர்த்தர் ஸ்தோத்திரம். അനുഭവമുള്ളവൻ കുറച്ചുകൊണ്ടേ ഇരിക്കും. அனுபவமுள்ளவர்கள் சத்தமிட்டுக்கொண்டே இருப்பார்கள். അനുഭവമുള്ളവൻ സ്തോത്രം ചെയ്തുകൊണ്ടേ ഇരിക്കും. அனுபவமுள்ளவர்கள் ஸ்தோத்திரம் பண்ணுவார்கள். ഹല്ലേലൂയ. ஹalleluya. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ തോമസിന് വേണ്ടി യേശു പ്രത്യക്ഷപ്പെട്ടു. இந்த தௌமாவுக்காக இயேசு தரிசனமானார். 28ാമത്തെ വാക്യം കേൾക്കണം. 28வது வசனத்தை கேட்கணும். தோமா அவருக்கு பிரதியுத்தரமாக, என் ஆண்டவரே, என் தேவரே என்றான். Hallelujah. Hallelujah. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, இந்த ராத்திரி நான் உங்களுக்கு சொல்லட்டுமா? 10 പേര് കണ്ട യേശുവിനെ അവനും കണ്ടു. 10 പേർ பார்த்த இயேசுவை அவன் பார்த்தான். നീ കണ്ട യേശുവിനെ നിന്റെ കുടുംബം കാണാൻ പോവാ. நீ பார்த்த இயேசுவை உன் குடும்பம் பார்க்க போகிறது. നീ കണ്ട യേശുവിനെ നിന്റെ തലമുറ കാണാൻ പോകുക. நீ பார்த்த இயேசுவை தலைமுறை பார்க்க போகிறது. ഓ റബ ശകരകബരബ ശിഹരബാരി. ഹല്ലേലൂയ. അദബല ഹഡഗബര ഗദരഗഡഗസിയാരബാരിയാര. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചില അമ്മമാരെ ഇന്ന് രാത്രി ഞാൻ കാണുന്നുണ്ട് ഇവിടെ. அப்படி ஜெபிக்கிற சில தாய்மாரை பார்க்கிறேன். ഓ കുഞ്ഞുങ്ങളെ ഓർത്ത് അതിനു വേണ്ടി കരയുന്നവരെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ. பிள்ளைகளை நினைத்து ஜெபிக்கிறவர்களை அழுகிறவர்களை பார்க்கிறேன். സ്വർഗ്ഗം പറയുന്നു ഭാരപ്പെടണ്ട. பரலோகம் சொல்லுகிறது கவலைப்படாதே. നീ കണ്ട യേശുവിനെ, நீ பார்த்த இயேசுவை നിന്റെ കുടുംബം കാണാൻ പോകുന്നു. குடும்பம் பார்க்க போகிறது. നിന്റെ രക്തബന്ധം കാണാൻ പോകുന്നു. உன் சொந்தக்காரர்கள் பார்க்க നിന്റെ போகிறார்கள். സഹോദരങ്ങൾ കാണാൻ പോകുന്നു. சகோதரர்கள் பார்க்க ഓ போகிறார்கள். അങ്ങനെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? அப்படி ஜெபிக்கிற எத்தனை பேர் உண்டு? ഞാൻ കണ്ട യേശുവിനെ എന്റെ കുഞ്ഞു കാണണം. நான் பார்த்த இயேசுவை என் பிள்ளைகள் பார்க்கணும். ഞാൻ ഉയർത്തിയ പുസ്തകം എന്റെ തലമുറ ഉയർത്തണം. நான் பார்த்த இந்த வேதத்தை என் பிள்ளைகள் உயர்த்த வேண்டும். ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ എന്റെ കുഞ്ഞുങ്ങൾ പ്രസംഗിക്കണം. நான் பிரசங்கித்த இயேசுவை என் பிள்ளைகள் பிரசங்கம் பண்ணணும். അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? அப்படி விரும்புறவங்க எத்தனை பேர் உண்டு? അവർ അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ. அவங்க எல்லாரும் സത്തമായി தேவனை ഒരു സ്തോത്രം. അഭിഷേകം ഇത് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ஒரு അഭിഷേകം வெளிப்படட்டும். അത് ഞാൻ പറയുമ്പോൾ ഒരു ദൈവശക്തി ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. அவர்கள் சொல்லுகிறதுல தேவ வல்லமை வெளிப்படும். ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ്. യേശുവിൻ രക്തത്താൽ ജയം. തലമുറകൾ കുഞ്ഞുങ്ങളുള്ള ദൈവദാസന്മാർ മാത്രം ഒന്ന് കരമുയർത്തി. പിള്ളകളുള്ള ദേവൂഴിയക്കാരങ്ക കരത്തെ ഉയർത്തുങ്ങ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പ്രസംഗിച്ച് നിർത്തുന്നിടത്ത് നമ്മുടെ മക്കൾ തുടങ്ങണം. നമ്മുടെ പ്രസംഗത്തെ നിർത്തുകിற பொழுது നമ്മുടെ പിള്ളകൾ തുടങ്ങുവാர்கள். സ്തോത്രം. ഹല്ലേലൂയ. കേരളത്തിൽ ബൈബിൾ കോളേജ് എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുക. എല്ലാ കേരളാവിലെ വേദാഗമ കല്ലൂരി എല്ലാം പൂട്ടിட்டு இருக்காங்க. ബൈബിൾ കോളേജിൽ ആളില്ല. ബൈബിൾ കോളേജിലെ ചേര പിള്ളകളില്ല. തമിഴ്നാട്ടിൽ എപ്പടിയാ தெரியாது. തമിഴ്നാട്ടിലെ അവിടുത്തെ അങ്ങനെ തന്നെ. അപ്പൊ കേരളത്തിൽ കൂട്ടുകാരുണ്ട്. കേരളத்துக்கு சொந்தக்காரங்க தமிழ்நாட்டிலே இருக்காங்க. Praise the Lord. Hallelujah. പക്ഷെ മെഡിസിൻ കോളേജ് കൂടിക്കൊണ്ടിരിക്കുക. ஆனால் മരുத்துவ കല്ലൂരികൾ കൂടിയിട്ടേ இருக்கு. മെഡിസിൻ MBBS ഒക്കെ മരുത്തുവ കൂടിക്കൊണ്ടിരിക്കുക. മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് പഠിക്കാൻ ഞാൻ എവിടാ പഠിക്കാൻ പോകുന്നത്? ഉസ്ബെക്കിസ്ഥാൻ. എങ്ക പോനെ? ഉസ്ബെക്കിസ്ഥാൻ. ഞാനങ്ങ് പേടിച്ചു പോയി. ഭയന്നിട്ടേ.
അവിടെ വരെ കോളേജുകളായി, அங்க வரைக்கும் காலேஜ். ഇന്നൊരു അഭിമാനത്തിന്റെ വിഷയമാണ്. இது ஒரு பெரிய மேன்மையான ஒரு காரியம் நினைக்கிறாங்க. ഒരു വീട്ടിൽ ഒരു ഡോക്ടറെങ്കിലും വേണമെന്നുള്ളത്. ஒரு வீட்டுல ஒரு டாக்டராவது வேணும். കൈവക്കുന്നുണ്ടോ? கையை தூக்குங்க. ട്രിവാൻഡ്രത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഡോക്ടർ ഫാമിലി ഉണ്ട്. நான் ஜபிக்கிற ட்ரிவாண்ட்ரத்தில் ஒரு மருத்துவர் உண்டு. ഫാദർ ഡോക്ടറാണ്, அப்பா மருத்துவர், മോൻ ഡോക്ടറാണ്, மகனும் மருத்துவர், മോന്റെ ഭാര്യ ഡോക്ടറാണ്, அவங்க மனைவியும் டாக்டர், മോള് ഡോക്ടറാണ്, மகளும் டாக்டர், മോളുടെ ഭർത്താവ് ഡോക്ടറാണ്, மகளுடைய கணவனும் டாக்டர். എല്ലാവരും MD ഡോക്ടേഴ്സാ. எல்லாரும் MD டாக்டர்ஸ். കഴിഞ്ഞ ആഴ്ചയില് கடந்த வாரத்துல എനിക്ക് അവിടെ പോകണമായിരുന്നു. எனக்கு அங்க போக இருந்தது. ഞാൻ അവിടെ ചെന്നു. நாங்க போனேன். ചെന്നപ്പോ ഈ അവിടുത്തെ പിതാവിന്റെ ഡോക്ടറുടെ മോള് ഡോക്ടർ അവിടെ നിൽപ്പുണ്ട്. அங்க உள்ள அந்த தகப்பனாருடைய மகள் டாக்டரா இருக்கிறவங்க அங்க இருக்கிறா. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, എന്നെ ചേട്ടാന്നാ വിളിക്കുന്നത്. என்னை അണ്ണാன்னு தான் கூப்பிடுவாங்க. കൊച്ചു പ്രായം മുതൽ അറിയാവുന്നവർ. அவங்களுக்கு சின்ன വയസ്സിல இருந்தே என்ன தெரியும். എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, മോളുണ്ട്, കൊച്ചു കുഞ്ഞ, அவங்களுக்கு ஒரு சின்ன பிள்ளை, அந்த பிள்ளைக்கு வேண்டி ஜெபம் பண்ணணும், ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. சொல்லுங்க ஜெபம் பண்ணுங்கன்னு சொன்னா എന്റെ അടുക്കിലേക്ക് വന്നു. என்ன பக்கத்துல வந்தா. അപ്പൊ ഞാൻ ആ കൊച്ചിനോട് ചുമ്മാ അത് ചോദിച്ചു, அந்த பிள்ளைகிட்ட சும்மா கேட்டேன், മോക്ക് എന്താകാനാ ആഗ്രഹം? உனக்கு என்ன ஆளா மாறணும்னு ஆசை? ഡോക്ടർ டாக்டர் ஆகணுமா? ഉടനെ ഇത് കേട്ടോണ്ട് നിന്ന അമ്മ ഡോക്ടർ ആടി വന്നു, വേണ്ട 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 പറയല്ലേ அந்த அந்த கேட்ட உடனே அந்த பிள்ளைக்கு அம்மா வேண்டாம் 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 പറയല്ലേ പറയല്ലേ சொல்லாத சொல்லாத சொல்லாத. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ പറഞ്ഞത് എന്താണ്? என்ன சொன்ன புரிஞ்சுதா? സ്തോത്രം. അത് നല്ല പൊസിഷൻ അല്ലാത്തോണ്ടൊന്നും അല്ല, அது நல்ல நிர்வாகம் அல்லாதனால இல்ல, നല്ല പൊസിഷൻ ഒക്കെയാ, நல்ல தகுதி தான். പക്ഷെ നമ്മൾ കാണുന്നൊന്നും അല്ല. நம்ம பார்க்கிறது மாதிரி இல்ல. പ്രൈസ് ദി ലോർഡ്. ஹல்லேலூயா. പ്രൈസ് ദി ലോർഡ്. ஹல்லேலூயா. അതുകൊണ്ട് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ஆதலால் இந்த ராத்திரில சொல்லுகிறேன், നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരു തലമുറയെങ്കിലും യേശുവിനെ പ്രസംഗിക്കാൻ ഇറങ്ങട്ടെ. நம்முடைய சந்ததியில ஒரு தலைமுறையாகிலும் இயேசுவை பிரசங்கிக்கட்டும். അത് ആഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം அத പറയുന്നു. விரும்புறவங்க கரத்தை உயர்த்தி சத்தமா ஒரு ஸ்தோத்திரம் சொல்லுங்க. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. தேவன் ஆசீர்வதிக்கட்டும். രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ இரண்டாவது தரிசனத்தில் തോമസിന്റെ അവിശ്വാസം തകരുകയാണ്. தோமாவினுடைய அவிசுவாசம் தகர்க்கப்படுகிறது. മൂന്നാമത്തെ പ്രത്യക്ഷത மூன்றாவது தரிசனத்தில் 21-ാം അധ്യായത്തിൽ 21வது அதிகாரத்தில் 1 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 1 முதல் உள்ள வசனங்கள் വേഗത്തിൽ വായിക്കണം, വേഗത്തിൽ വായിക്കണം. இவைகளுக்கு பின்பு இயேசு യെസ് திபேரியா கடற்கரையிலே மறுபடியும் சீஷருக்கு தம்மை வெளிப்படுத்தினார். வெளிப்படுத்தின விவரமாவது, சீமோன் பேதுருவும் திதிமு எனப்பட்ட தோமாவும் கலிலேயா நாட்டில் உள்ள கானா ஊரானாகிய நாத்தான்வேலும் செபேதுவின் குமாரரும் அவருடைய சீஷரில் வேறு 2 பேரும் கூடி இருக்கும் போது சீமோன் பேதுரு மற்றவர்களை நோக்கி மீன் பிடிக்க போகிறேன் என்றார். அதற்கு அவர்கள், நாங்களும் உம்முடனே கூட வருகிறோம் என்றார்கள். அவர்கள் புறப்பட்டு போய் உடனே படவேறினார்கள். அந்த ராத்திரியிலே அவர்கள் ஒன்றும் பிடிக்கவில்லை. விடியற் காலமான போது இயேசு கரையிலே நின்றார். அவர் இயேசு என்று சீஷர்கள் அறியாதிருந்தார்கள். യേശുവിന്റെ മൂന്നാമത്തെ പ്രത്യക്ഷത, இயேசுவின் மூன்றாவது தரிசனம். തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് 7 ശിഷ്യന്മാർ കാണും. திபேரியா கடற்கரையில 7 சீஷர்களுக்கு தரிசனமா. യേശു മൂന്നാമത് പ്രത്യക്ഷപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ, இயேசு மூன்றாவது தரிசனம் கொடுத்தது எதற்காக என்றால், ഈ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, இதுல முதலாவது பகுதிகளை வாசிக்கிற பொழுது நமக்கு தெரியும், അവർക്ക് മീൻ കൊടുക്കാനാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്. அவர்களுக்கு மீன் கொடுக்க இயேசு தரிசனமாக. അവർ വല വീശിയിട്ടൊന്നും കിട്ടിയില്ല. அவர்கள் வலை வீசி ஒண்ணும் கிடைக்கல. അതുകൊണ്ട് കർത്താവ് അവരെ അടുക്കൽ ചെന്ന് അവർക്ക് മീൻ കൊടുത്തു എന്നവിടെ കാണുന്നുണ്ട്. அதற்கு ஆண்டவர் அவர் பக்கத்துல சென்று மீன் கொடுத்தார். 153 വലിയ മീനുകളെ കൊടുത്തു. 153 பெரிய மீன்களை கொடுத்தார். മീനെ മാത്രമല്ല കൊടുത്തത്, மீனை மட்டும் இல்ல கொடுத்தது, കരക്കിറങ്ങിയപ്പോൾ கரையிலே வந்தபோது ക്ലൈമറ്റിനനുസരിച്ചുള്ള ഫുഡും കൊടുത്തു, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. அவர்களுக்கு அந்த சூழ்நிலைக்கு ஏற்ற சாப்பாடு கொடுத்தார். തീക്കനലും അതിന്മേൽ വെച്ചിരിക്കുന്ന അപ്പവും, அதுல கரி நெருப்பும் அதன் மேல் வைக்கப்பட்ட அப்பமும், ക്ലൈമറ്റിനനുസരിച്ചുള്ള ഫുഡ് യേശു കൊടുത്തു. சூழ்நிலைக்கு தேவையான ஆகாரம் கொடுத்தார். മൂന്നാമത്തെ യേശുവിന്റെ പ്രത്യക്ഷത, மூன்றாவது இயேசுவுடைய விசேஷம், കടലിൽ നിന്നും മീനും கடலில் இருந்து மீனும் കരയിൽ
ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കാനായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ஒருவேளை கரையில வந்து அவர்களுக்கு ஆகாரம் கொடுப்பதற்காக இருந்திருக்குமோ என்று தோன்றலாம். പക്ഷേ യേശുവിന്റെ മൂന്നാമത്തെ പ്രത്യക്ഷത അതിനു വേണ്ടി ആയിരുന്നില്ല. மூன்றாவது தரிசனம் அதற்காக இல்லை. അവിടെ എനിക്ക് ഒത്തിരി നേരം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. அதுக்குள்ள நிறைய நேரம் நிக்கணும்னு எனக்கு ஆசை உண்டு. പക്ഷേ ഈ തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോഴത്തേന് എന്റെ വാച്ച് ഭയങ്കരമായിട്ട് ഓടുകയാണ്. இந்த தமிழ்நாட்டுக்குள்ள வந்தபோது என் வாட்ச் ரொம்ப வேகமா ஓடுது. കേരളത്തിൽ അങ്ങനെ വലിയ ഓട്ടം ഇല്ലായിരുന്നു. கேரளத்துல அப்படி ஓடல. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പറയാം. அதனால சீக்கிரமா சொல்ல. 21-15 വാക്യം മുതൽ വായിക്കുമ്പോൾ 21வது அதிகாரத்தின் 15வது வசனம் முதல் യേശു வாசிக்கும்போது കൊടുത്ത വായിച്ചു പോകാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. இயேசு கொடுக்கிற அந்த வாய்ப்பை நான் சொல்லி போகிறேன் வேகமாய். യേശു കൊടുത്ത ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, இயேசு கொடுத்த ஆகாரத்தை சாப்பிட்டு கொண்டிருக்கிற போது നല്ല ടേസ്റ്റാ ഇങ്ങനെ കഴിക്കും. நல்ல ருசியா சாப்பிட்டு கொண்டிருக்கிறார்கள். കർത്താവേ നീ അത്ര നല്ലവൻ, இயேசு எவ்வளவு நல்ல കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു. ദൈവത്തിന്റെ കരുതലൊക്കെ ഇങ്ങനെ ഓർത്ത് അവരിങ്ങനെ കഴിക്കും. அவர் கர்த்தர் நடத்தின வழியெல்லாம் நினைச்சு சந்தோஷப்படுறாங்க. ഇങ്ങനെ കഴിച്ച ശേഷം இப்படி கடந்து சென்ற பின்பு യേശു അതുവരെ ഒന്നും മിണ്ടിയില്ല. இயேசு ஒண்ணும் சொல்லல. യേശു അതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. இயேசு ஒண்ணும் கவனிக்கல. കഴിച്ച ശേഷം ശീമോൻ പത്രോസിനോട് அதை യേശു ചോദിക്കുക, சாப்பிட்டு முடிச்ச பிறகு சீமோன் பேதுருவோடு இயேசு, യോഹന്നാന്റെ മകനായ ശീമോനേ, யோனாவின் குமாரனாகிய சீமோனே, ഞാൻ തന്ന ബ്രേക്ക്ഫാസ്റ്റ് എപ്പടി ഇരിക്കുന്നു? நான் தந்த அந்த ஆகாரம் எப்படி இருக்கு? அப்படியாണോ ചോദിച്ചേ? அப்படியா പിന്നെ கேட்டாரு. തമിഴിലൊന്ന് വായിച്ചേ. அவர்கள் போஜனம் பண்ணின பின்பு ஆ. இயேசு சீமோன் பேதுருவை நோக்கி, ஆ. யோனாவின் குமாரனாகிய சீமோனே, ஆ. இவர்களிலும் அதிகமாய் ஆ. நீ என்னிடத்தில் அன்பாய் இருக்கிறாயா என்றார். ഫുഡൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചോണ്ട് ഇങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ കഴിഞ്ഞ് ഏമ്പൊക്കെ വിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, இப்படி எல்லாம் நல்லா சாப்பிட்டுக்கிட்டு அப்படியே கம்பீரமா இருந்து ஒரு ஏப்பம் எல்லாம் விட்டுக்கிட்டு அப்படி இருக்கும்போது യേശു ചോദിക്കുകയാണ്, இயேசு கேட்காரு, യോഹന്നാന്റെ മകനായ ശീമോനെ, யோனாவின் குமாரனாகிய சீமோனே, നീ ഇവരിൽ അല്ല ഇതിൽ, തമിഴ് എങ്ങനെയാ? ഇതിൽ അധികമായെന്നോ? എപ്പടി? இவர்களிலும் ഇവരുകൾ. പക്ഷെ அதிகமாய் യഥാർത്ഥ ട്രാൻസ്ലേഷൻ കിടക്കുന്നത് ഇവരിൽ അധികമായി, ഇതിലധികമായി, അവിടെ ലഭിച്ച മീനിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നൊരു ചോദ്യമുണ്ട്. அங்கே இருக்கிற அந்த இதுல முக்கியமான மொழியாக்கத்துல இந்த மீனை விட இந்த சாப்பாடை விட மேன்மையானதுதானா என்று கேட்கிறார். 16 വാക്യത്തിൽ വീണ്ടും ആവർത്തിച്ചു. 16வது வசனத்துல அதை திரும்ப சொல்லுகிறார். 17 വാക്യത്തിൽ വീണ്ടും ആവർത്തിച്ചു. 17வது வசனத்துல திரும்ப சொல்லுகிறார். എന്താ യേശു ചോദിച്ചത്? இயேசு என்ன கேட்டார்? നീ എന്നെ സ്നേഹിക്കുന്നുവോ? நீ என்னிடத்தில் அன்பாய் இருக்கிறாயா? അത് മാത്രം ഞാൻ പറയാം. அதை மாத்திரம் பார்க்கலாம். യേശുവിന്റെ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. இயேசுவுடைய கேள்விக்கு மிகுந்த பலன் உண்டு. യേശു ചോദിക്കുന്നു, இயேசு கேட்கிறார், യോഹന്നാൻ, ശീമോൻ പത്രോസേ, சீமோன் பேதுருவே, നീ എന്നെ സ്നേഹിക്കുന്നുവോ? நீ என்னை நேசிக்கிறாயா? കരമുയർത്തി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. கரமுயர்த்தி எல்லாரும் பாருங்க. ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം നന്നായിട്ട്. இந்த வசனத்தை நீங்கள் மிக கவனமாய் യേശു கவனிக்கணும். ചോദിക്കുന്നു, இயேசு கேட்கிறார், നീ நீ എന്നെ என்னை സ്നേഹിക്കുന്നുവോ? நேசிக்கிறாயா? Praise the Lord. ஹalleluya. എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? அதற்கு அர்த்தம் என்ன? യോഹന്നാനെ, யோவானே, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, நான் உன்னை நேசிக்கிறேன். ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. நான் உன்னை പക്ഷെ நேசிக்கிறேன். എനിക്കറിയേണ്ടത്, எனக்கு அறிய வேண்டியது, നീ എന്നെ സ്നേഹിക്കുന്നു. நீ என்னை நேசிக்கிறாய். ദൈവം സ്നേഹമാണ്. தேவன் அன்பாகவே അവന് இருக்கிறார். സ്നേഹിക്കാനേ അറിയത്തുള്ളൂ. அவருக்கு அன்பாய் இருக்கவே தெரியும். അവരെല്ലാവരെയും സ്നേഹിക്കുന്നു. அவர் எல்லாரையும் நேசிக்கிறார். കൃപാസനം ചർച്ചുകാരെ സ്നേഹിക്കുന്നു. கிருபாசனம் சபையாரை நேசிக்கிறார். IPC ചർച്ചുകാരെ സ്നേഹിക്കുന്നു. IPC സഭയാരെ நேசிக்கிறார். AG ചർച്ചുകാരെ സ്നേഹിക്കുന്നു. AG സഭയെ നേസിக்கிறார். ഇൻഡിപെൻഡന്റ് സഭക്കാരെ സ്നേഹിക്കുന്നു. சுதேச சபையாரை நேசிக்கிறார். ഹൈന്ദവ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു. இந்து சகோதரர்களை அவர் நேசிக்கிறார். മുസ്ലിം സഹോദരങ്ങളെ സ്നേഹിക്കുന്നു. முஸ்லிம் சகோதரர்களை அவர் நேசிக்கிறார். ആരൊക്കെയുണ്ടോ അവരെല്ലാം യേശു സ്നേഹിക്കും. எல்லாரையும் இயேசு நேசிக்கிறார். അല്ല, യേശു നമ്മളെ മാത്രമാണോ സ്നേഹിക്കുന്നത്? இயேசு நம்மை மட்டும்தான் நேசிக்கிறாரா?
സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ 30 വെള്ളിക്കാശിന് വിറ്റ യൂദയെ പോലും യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു അവസാനത്തോളം ആ കള്ളനെ സ്നേഹിച്ചെന്ന്. அந்த கடைசியில இயேசுவை காட்டி கொடுத்த யூதாச கூட முடிவு பரியந்தம் நேசித்தார் என்று யோவான் 13 வாசிக்கிறோம். പക്ഷെ ഇവിടുത്തെ വിഷയം യേശു സ്നേഹിക്കുന്നതല്ല. യേശു നേസിച്ചതല്ല വിഷയം. പത്രോസേ, പേതുരുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഉന്നെ നേസിக்கிறதுனாலே 3.5 വർഷം എന്റെ കൂടെ നടന്ന നീ, 3.5 വർഷം എന്നോട് നടന്ന നീ, ബൈബിൾ കോഴ്സ് പഠിച്ച നീ, ബൈബിൾ കോളേജ് പഠിച്ച നീ, ഗ്രാജുവേഷൻ കിട്ടിയ നീ, പട്ടമളിപ്പ് വിളാവിലെ പങ്കുകൊണ്ട നീ, കൈവപ്പ് ശുശ്രൂഷ കിട്ടിയ നീ, കൈവപ്പ് ശുശ്രൂഷ കൈവയ്ത്ത ഊഴിയം ഉനക്ക് നടന്ന പൊഴുത് എനിക്ക് സർട്ടിഫിക്കറ്റും വേണ്ട, ബൈബിൾ കോളേജും വേണ്ട, ഓർഡിനേഷനും വേണ്ട, ഞാൻ പോന്നു, നിങ്ങൾ വരുന്നു. எனக்கு பைபிள் காலேஜும் வேண்டாம், சர்டிபிகேட் வேண்டாம், நான் போறப்பா, பின்னாடி வாரீங்களா? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നിയോഗത്തെ മറന്ന് വീണ്ടും 3.5 വർഷത്തിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന വലയും പടകയും ഒക്കെ വീണ്ടും തൂത്ത് തുടച്ചെടുത്ത് വൃത്തിയാക്കി വീണ്ടും മീൻ പിടിക്കാൻ പോയ ശീമോൻ പത്രോസിനും ശിഷ്യന്മാർക്കും യേശു പിന്നെയും മീൻ കൊടുത്തത് അവൻ സ്നേഹമായതുകൊണ്ട്. எல்லாவற்றையும் வலையை விட்டு எல்லாவற்றையும் விட்டு இயேசுவுக்கு பின் வந்தவன் 3.5 வருடம் கழிந்து திரும்ப பின்னாடி போனானே, அவனுக்கு மீன் கொடுத்து இயேசு திரும்பவும் அன்பு கூர்ந்தார். Praise the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കണം കേട്ടോ. ഇന്ന് ഇരിക്കുന്ന എല്ലാവരും കേൾക്ക വേണം. അനുസരണക്കേട് കാണിച്ചിട്ടും കീഴ്പടിയാമ ഇരുന്ന പിൻപും കർത്താവിന്റെ ഇഷ്ടത്തിന് ജീവിക്കാതിരുന്നിട്ടും ദേവൻ പ്രിയപ്പെടുന്ന വാഴ്ക്കை വാഴാതെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടും പരിശുദ്ധ വാഴ്ക്കை ഇഴந்த പിൻപും യേശുവിനെ വിട്ടു പോയിട്ടും യേശുവെ വിട്ട് പിൻവാങ്ങി പോന വീണ്ടും കർത്താവ് നിനക്ക് മീൻ തന്നത്, திரும்பவும் கர்த்தர் உன்னை போஷித்தது, വീണ്ടും കർത്താവ് നിനക്ക് സമ്പത്ത് തന്നത്, உனக்கு திரும்பவும் ஐஸ்வரியத்தை தந்தது, വീണ്ടും കർത്താവ് നിനക്ക് ജോലി തന്നത്, திரும்பவும் உனக்கு வேலை தந்தது, വീണ്ടും കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വഴി തുറന്നത്, உனக்கு திரும்பவும் பிள்ளைகளுக்கு வாசல் திறந்தது. അവൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് அவர் உன்னை நேசித்ததினாலே. ചോദ്യം അതല്ല, கேள்வி അതല്ല, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ നേസിக்கிறாயா? ഓ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. രക്തത്താൽ ജയം. ഇന്ന് രാത്രിയിൽ ഇന്ന് രാത്രിയിലെ നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ പരിശുദ്ധത്തിനാലല്ല നാം നമ്മുടെ പ്രാർത്ഥനയുടെ നീളം കൊണ്ടല്ല, നമ്മുടെ ജപത്തിൻ നീളത്തിനാലല്ല. പലതും നമുക്ക് നന്മയാക്കി ദൈവം മാറ്റുന്നത് അവൻ നമ്മളെ സ്നേഹിക്കുന്നു. പല കാര്യങ്ങളെ നമുക്ക് നന്മയായി തന്നത് അവർ നമ്മയിൽ വൈത്ത അൻപിനാൽ മട്ടുമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 3.5 വർഷം എന്റെ കൂടെ നിന്ന് മിനിസ്ട്രി ചെയ്തവൻ എന്നെ വിട്ടു പോകുമ്പോൾ ഞാൻ മീൻ കൊടുക്കുവോ? കൊടുത്ത മീനല്ല 3.5 വർഷത്തെ കണക്ക് പറഞ്ഞു മേടിക്കുവോ? நான் எனக்கு கூட இயேசுவின் சீசர்ல போல இருந்திருந்தா அவன் பின்வாங்கி போனான்னா 3.5 வருஷம் கழிச்சு மீன் கொடுப்பனா இல்ல கொடுத்த மீனை வாங்கி பறிப்பனா? ഞാനത് 3.5 വർഷത്തെ കണക്ക് പറഞ്ഞ് മൊത്തം എഴുതി മേടിച്ചാണ്. நான் 3.5 வருஷத்துல அவ்வளவு கணக்கையும் சொல்லி தந்துட்டு போனான்னு சொல்லியிருப்பேன். കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോയ അപ്പം ഉൾപ്പെടെ ഞാൻ മേടിച്ചേനെ. நான் அந்த கூடையில அப்பம் கொண்டு போனாமல அதையும் திருப்பி தாடான்னு கேட்டிருப்பேன். അവനെ കരയിലെത്തിക്കത്തില്ലല്ലോ, அவனை பக்கத்துல விட மாட்டேன், കരയിലെത്തിക്കത്തില്ല, അവനെ கரையில விட மாட்டேன், കടലിൽ തന്നെ ഞാൻ അവനെ മുക്കിയേനെ, கடல்ல தள்ளி அவனை முக்கி கொண்டிருப்பேன். രക്തത്താൽ ജയമെടുക്കുക. കർത്താവ് എന്തും മനുഷ്യനല്ലേ. ஆண்டவர் எவ்வளவு பெரிய மேன்மையான. മീനും കൊടുത്തു, ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു, மீன் கொடுத்து காலையில ஆகாரமும் வேற கொடுத்தார். നാണമില്ലാതെ തിന്നുന്നുണ്ടോ? அந்த வெட்கம் இல்லாம தின்னாமல. ഈ ചോദ്യം അങ്ങോട്ട് കേട്ടപ്പോഴത്തേന് കഴിച്ചതെല്ലാം ദഹിച്ചു. இவன் சாப்பிட்டதெல்லாம் அந்த கேள்வி கேட்டதோட ஜீர்ணிச்சாச்சு. ഹല്ലേലൂയ. ஹல்லேலூயா. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം സ്നേഹിക്കുന്നതല്ല ഇവിടുത്തെ വിഷയം, ദൈവത്തെ സ്നേഹിക്കുന്നതാ. தேவன் நம்மை நேசிக்கிறதல்ல, நாம் தேவனை நேசிப்பது. അടുത്തിരിക്കുന്ന കരം കൊടുത്തു പറഞ്ഞാട്ടെ. பக்கத்துல இருக்கவங்கள கையை கொடுத்து சொல்லுங்க. ഓ സിസ്റ്റർ, சிஸ்டர், ഓ ബ്രദർ, பிரதர், ദൈവം സ്നേഹിക്കുന്നതല്ല വിഷയം, தேவன் நேசிக்கிறதல்ல விசேஷம். ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? நீ தேவன் நேசிக்கிறாயா? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ஆண்டவர் நேசிக்கிறியா நீ? ഇല്ലെങ്കിൽ കൺവെൻഷന്റെ 3ാം രാത്രി മുതൽ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങണം. இந்த 3வது நாள் ராத்திரில இந்த கன்வென்ஷன்ல தேவனை நேசிக்க ஆரம்பித்து பார். ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ പ്രത്യേകതകൾ, தேவனை நேசிக்கிறவனுடைய விசேஷங்கள் 2-3 വാക്യങ്ങളിൽ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 2-3 വാർത്തയില് വേഗമായി ചൊല്ലി ജപിക്ക പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം യോവാൻ സുവിശേഷം 14-ാം അധ്യായം 14-ാമത് അധികാരം 21-ാം വാക്യം. 21-ാമത് വചനം. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകും. തമിഴിൽ என் கற்பனைகளை பெற்றுக்கொண்டு அவைகளை கைக்கொள்கிறவனே என்னிடத்தில் அன்பாயிருக்கிறான்.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. தேவனை நேசிக்கிறீர்களானால் அவருடைய கற்பனைகளை கைக்கொள்ள வேணும். അവന്റെ കൽപ്പനകൾ കേട്ടാൽ പോരാ, அவருடைய கற்பனைகளை கேட்டால் மட்டும் போதாது, അവന്റെ കൽപ്പനകൾ അനുസരിക്കണം. அவருடைய கட்டளைக்கு கீழ்ப்படியணும். അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. அவருடைய கட்டளைகளின்படி நடக்க வேணும். കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും യേശുവിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല. கர்த்தருடைய கற்பனைகளுக்கு கீழ்ப்படியவில்லையானால் நீங்கள் இன்னும் இயேசுவை நேசிக்கவில்லை. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഓരോ ദിവസവും കഴിച്ചിട്ട് കർത്താവിനെ സ്നേഹിക്കാതെ പോകല്ലേ. கர்த்தரிடத்திலிருந்து நன்மைகளை பெற்றுக்கொண்டு கர்த்தருடைய கட்டளைகளுக்கு கீழ்ப்படியாமல் போய்விடாதீர்கள். 97 സങ്കീർത്തനം 10 വാക്യം. 97:10 சங்கீதம். கர்த்தரில் அன்பு கூறுகிறவர்களே, தீமையை வெறுத்து விடுங்கள். அவர் தம்முடைய മതി, ശ്രദ്ധിച്ചേ. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, தேவனை நேசிக்கிறவர்களே, ദോഷത്തെ പാപത്തെ വെറുപ്പി, தீமையை வெறுத்து விடுங்கள். ഹല്ലേലൂയ. പാപത്തെ വെറുക്കുന്നവന് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റൂ. பாவத்தை வெறுக்கிறவர்களுக்கு மட்டும்தான் தேவனை நேசிக்க முடியும். പ്രൈസ് ദി ലോർഡ്. ஹalleluya. പഠിക്കാൻ പോകുന്ന ഇടങ്ങളിൽ പാപത്തെ ജയിക്കണം. படிக்க செல்லுகிற கல்லூரியில பாவத்தை ஜெயிக்க வேணும். ജോലി സ്ഥലത്ത് പാപത്തെ വെറുക്കണം. வேலை ஸ்தலத்தில பாவத்தை வெறுத்து விட வேணும். എവിടെ ആയിരുന്നാലും പാപത്തെ വെറുക്കുന്നവന് ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കണം. எங்கே இருந்தாலும் பாவத்தை வெறுக்கிற ஒரு சுபாவம் நமக்கு உண்டாயிருக்க வேண்டும். പാപത്തെ വെറുക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. பாவத்தை வெறுக்கிறவர்களால் மட்டும்தான் தேவனை நேசிக்க முடியும். 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. 1 யோவான் 2:15. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. உலகத்தையும் உலகத்தில் உள்ளவைகளிலும் அன்பு கூறாதிருங்கள். ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. உலகத்தை நேசிக்கிறவன் தேவனிடத்தில் அன்பாயிருக்க முடிகிறதில்லை. 1 യോഹന്നാൻ 4:20. 1 யோவான் 4:20. ഒന്നും വായിച്ചില്ലേലും അത് വായിക്കണം. ஒன்னு வாசிக்கலனா இத வாசிக்கணும். தேவனிடத்தில் அன்பு கூறுகிறேன் என்று ஒருவன் சொல்லியும் தன் சகோதரனை பகைத்தால் அவன் பொய்யன். தான் கண்ட சகோதரனிடத்தில் அன்பு கூறாமல் இருக்கிறவன், അൻപ് കൂറാമൽ ഇരിക്കുന്നവൻ தான் காணாத தேவனிடத்தில் താൻ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. நான் காணாத இயேசுவை சிநேகிக்க முடியாது. കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാതെ கண்ட சகோதரனிடத்தில் அன்பு கூறாமல் ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. தேவனை நேசிக்க முடியாது. അപ്പൊ ദൈവത്തെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. தேவனை நேசிக்கிறது என்பது அவ்வளவு சுலபமானதல்ல. കൽപ്പന പ്രമാണിക്കണം, கற்பனை கைக்கொள்ளணும், പാപത്തെ വെറുക്കണം, பாவத்தை வெறுக்கணும், ലോകത്തെ വെറുക്കണം, உலகத்தை வெறுக்கணும், ആമേൻ, സഹോദരങ്ങളെ സ്നേഹിക്കണം. சகோதரர்களை நேசிக்கணும். അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ அப்படி செய்கிறவர்களுக்கு மட்டுமே ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. தேவனை நேசிக்க முடியும். Praise the Lord. ஹalleluya. ഹല്ലേലൂയ. ஹalleluya. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? எத்தனை பேர் இதை விரும்புகிறீர்கள்? എന്നെ സ്നേഹിച്ച കർത്താവിനെ എനിക്ക് സ്നേഹിക്കണം. என்னை நேசித்த கர்த்தரை நேசிக்க வேண்டும். കർത്താവ് നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാ പ്രിയരെ? கர்த்தரை நேசித்தது எப்படி? അവൻ അവസാന തുള്ളി രക്തവും നമുക്ക് ഊറ്റി തന്നിട്ടാണ്. அவர் கடைசி இரத்த முறை நமக்காய் சிந்தினார். അവൻ അവസാന തുള്ളി രക്തവും നമുക്ക് ഊറ്റി തന്നിട്ടാണ്. அவர் കടൈശി இரத்த മുறை நமக்காய் சிந்தினார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? இந்த இரவில் எத்தனை பேர் அதை விரும்புகிறீர்கள்? ഒരു നിമിഷം ബൈബിൾ അടച്ചാട്ടെ. ஒரு நிமிஷம் வேதத்தை மூடிக்கொள்ளும். ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ വിട്ട് എഴുന്നേറ്റാട്ടെ. இருக்கிற இடத்திலிருந்து எழுந்து நிற்போம். 2-3 മിനിറ്റുകൾ മാത്രം. 2-3 நிமிடம் மாத்திரம். ഹല്ലേലൂയ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേരിക്കാം. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേരിക്കാം. വന്നവാവാറിപ്പാനേളുതല്ലാതെ എനിക്ക് വന്നവാവാറിപ്പാനേളുതല്ലാതെ എനിക്ക് ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേരിക്കാം. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേരിക്കാം. മന്നവാവാറിപ്പാനേളുതല്ലാതെ എനിക്ക് മന്നവാവാറിപ്പാനേളുതല്ലാതെ എനിക്ക് തേടി വന്നോ ദോഷിയാവെന്നെയും എന്നെയും നാമവും തേടി വന്നോ ദോഷിയാവെന്നെയും. ഹല്ലേലൂയ.
യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ ഭയം മാറി. യേശുവിൻ முதலாவது தரிசனத்தில் பயம் மாறி. യേശുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ സംശയം മാറി. യേശുവിൻ இரண்டாவது தரிசனத்தில் சந்தேகம் மாறி. യേശുവിന്റെ മൂന്നാമത്തെ പ്രത്യക്ഷതയിൽ യേശുവിൻ மூன்றாவது தரிசனத்தில் ദൈവം സ്നേഹിച്ച ശിഷ്യന്മാരെ, தேவன் நேசித்த சீஷர்களை, യേശു സ്നേഹിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരെ, യേശു நேசித்த சீஷர்களை യേശുവിനെ സ്നേഹിക്കുന്നവരാക്കി മാറ്റാൻ ആഗ്രഹിച്ചു. യേശുவை நேசிக்கிறவர்களாய் மாற்றினார். ഇന്ന് രാത്രിയിൽ എത്ര പേര് ഇതിനകത്ത് ആഗ്രഹിക്കുന്നുണ്ട്? இந்த இரவு எத்தனை பேர் அதை விரும்புகிறீர்கள்? എന്നെ യേശു സ്നേഹിക്കുന്നുണ്ട്. என்னை இயேசு நேசிக்கிறார். യേശുവിന്റെ സ്നേഹം ഒരു ദിവസവും കൂടി അനുഭവിച്ചവരാണെന്ന് നിൽക്കുന്നത്. യേശുവിന്റെ അன்பை ഒരു നാളാவது അനുഭവിത്തവர்கள் தானே நீங்கள்? ഹലോ ഹലോ, യേശുവിന്റെ സ്നേഹം ഒരു ദിവസവും അനുഭവിച്ചവരാണ്. യേശുവിன் அன்பை ஒரு நாளாவது அனுபவித்தீர்களா? എത്ര പ്രശ്നങ്ങൾ നിനക്കുണ്ടായിട്ട്, எத்தனை பிரச்சனைகள் உனக்கு இருந்தது, നിനക്കൊരു സമാധാനം തരുന്നെങ്കിൽ உனக்கு சமாதானம் தந்தார். കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. கர்த்தர் உன்னை நேசிக்கிறார். ഹല്ലേലൂയ. ஹல்லேலூயா. നിന്റെ മുറിയിൽ കർത്താവ് ഇറങ്ങി വന്നെങ്കിൽ, உன்னுடைய அறையில கர்த்தர் இறங்கி வந்தார். നിന്റെ ആവശ്യങ്ങളിൽ കർത്താവ് മതിയായവനായെങ്കിൽ, தேவைகள் அவர் போதுமானவராயிருந்தார். യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. യേശു உன்னை நேசிக்கிறார். പക്ഷെ ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നു, இந்த ராத்திரில கர்த்தர் கேட்கிறார், ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് நான் உன்னை நேசிக்கிறதுனாலே നിന്റെ ആവശ്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. உன்னுடைய தேவைகள் எல்லாம் நடக்கிறது. പക്ഷെ ഞാൻ തൃപ്തനല്ല. நான் திருப்தியாகல. നീ ഭയങ്കര തൃപ്തനാ. நீ ஒருவேளை திருப்தி ஆயிட்ட. ഞാൻ വിശ്വാസത്തിൽ വന്നു, நான் விசுவாசத்துல வந்தேன். എനിക്ക് വീട് കിട്ടി, எனக்கு வீடு கிடைச்சது, കാറ് കിട്ടി, கார் கிடைச்சது, മക്കളെ കിട്ടി, பங்களா கிடைச்சது, നന്മ കിട്ടി, நன்மைகள் கிடைத்தது. ഭയങ്കര സാക്ഷി. பயங்கர சாட்சி. ഞായറാഴ്ചത്തെ നമ്മുടെ സാക്ഷി എന്താണ്? ஞாயிற்றுக்கிழமை சாட்சி என்ன? ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു, நான் ஒண்ணும் இல்லாம வந்தேன், ഞാൻ എല്ലാം ഉള്ളവനായി. எல்லாம் தந்தார். നമ്മൾ ഭയങ്കര ഹാപ്പി. நம்ம சந்தோஷமா இருக்கிறோம். പക്ഷെ യേശുവിനെ നോക്കിയേ, ஆனா இயேசுவை பாருங்க, യേശുവിനെ നോക്കിയേ, இயேசுவை பாருங்க. കർത്താവിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. அவருடைய முகம் வாடி இருக்கிறது. കാര്യം എന്തെന്നറിയാമോ? காரணம் என்ன தெரியுமா? നീ അവനെ സ്നേഹിച്ചു நீ அவரை തുടങ്ങിയിട്ടില്ല. நேசிக்க ஆரம்பிக்கணும். നീ അവനെ സ്നേഹിച്ചു நீ തുടങ്ങിയിട്ടില്ല. அவரை நேசிக்கணும். ചുമ്മാ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പോരെ കേട്ടോ. சும்மா ஐ லவ் யூன்னு சொன்னா 10 போதாது. പ്രാവശ്യം ഞാൻ അവനെ സ്നേഹിക്കുന്നു പറഞ്ഞാലൊന്നും സ്നേഹമാവുന്നില്ല. நான் ஒருவேளை 1000 தடவை நான் உம்மை நேசிக்கிறேன்னு சொன்னா போதாது. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. கற்பனைகளை கைக்கொள். പാപത്തെ വെറുക്കണം. பாவத்தை வெறுத்துவிடு. ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ. ஹல்லேலூயா. ലോകത്തെ വെറുക്കണം. உலகத்தை வெறுத்துவிடு. ഹല്ലേലൂയ, ஹல்லேலூயா. സഹോദരങ്ങളെ സ്നേഹിക്കണം. சகோதரரை நேசி. അവിടെയാണ് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് அங்கேதான் കഴിയുന്നത്. தேவனுடைய அன்பை வெளிப்படுத்த முடியும். എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. எல்லாரும் ஒரு நிமிஷம் ஜெபம் பண்ணுங்க. ഈ പ്രത്യക്ഷത ഇന്ന് രാത്രി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. இந்த தரிசனம் இந்த இரவு நம்ம மேல வெளிப்படட்டும். ഈ വെളിപ്പാട് ഇന്ന് രാത്രി നമ്മുടെ മേൽ തുറന്നു വരട്ടെ. இந்த தரிசனம் நம்ம மேல வரட்டும். യേശുവിനെ സ്നേഹിക്കാൻ இயேசுவை நேசிங்க. ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് அதற்காக என்னை அர்ப்பணிக்கிறேன். പറയുന്ന ദൈവമക്കൾ அதை சொல்லுகிற தேவன் അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. கரங்களை உயர்த்திக் கொள்ளுங்கள். അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. கரத்தை உயர்த்தி பிடியுங்கள். ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രമാ സ്നേഹം ഉയിർ കൊടുത്തെനിക്കാൻ, ഇത്രമാ സ്നേഹം ഉയിർ കൊടുത്തെനിക്കാൻ, മന്നവാവാതെനിക്ക്, മന്നവാവാതെനിക്ക് തേടി വന്നു ോഷിയാമെന്നെയും ദൈവസ്നേഹം നിറയട്ടെ. തേടി വന്നു ോഷിയാമെന്നെയും എന്നെയും നാദാ ശ്രദ്ധിക്കുക. കളങ്കമാറ്റേശുവേ കരയില്ലാതെന്നെ നിർത്തിടുക. കളങ്കമാറ്റേശുവേ കരയില്ലാതെന്നെ പളുങ്കുകാടൽ തീര ഇരുന്നു ഞാൻ എൻ്റെ പളുങ്കുകാടൽ തീര ദോഷിയാമെന്നെയും എന്നെയും നാദാ തേടി വന്നു. ദോഷിയാമെന്നെയും എന്നെയും നാദാ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവ നന്മയ്ക്കായി ഭവിച്ചിടുന്നു. എല്ലാവരും കരമുയർത്തി പറഞ്ഞാട്ടെ. അങ്ങയുടെ പ്രത്യക്ഷത ഇന്ന് രാത്രിയിൽ വെളിപ്പെടട്ടെ. യേശു യേശു
ചെയ്തിടാത്താവ് തിന്മയാകെ മായിക്കുന്നവ് നന്മയല്ലാതൊന്നും ചെയ്തിടാത്താവ് തിന്മയാകെ മായിക്കുന്നവ് പാപമെല്ലാം ക്ഷമിക്കുന്നവ് ജീവനെന്ന് പകരുന്നവേ പാപമെല്ലാം ക്ഷമിക്കുന്നവേ പൊതു ജീവനെന്ന് പകരുന്നവേ യേശു യേശു ഉറക്കെ യേശു യേശു അവനാരിലോ വലിയവൻ യേശു അവനാരിലോ വലിയവൻ യേശു 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 യേശു ഓ യന്തകരലലലലേ ഓ യേശു യേശു അവനാരിലോ വലിയവൻ യേശു അവനാരിലോ മതിയായവൻ യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് നീർ മാത്രം പോതും നീർ മാത്രം പോതും നീർ മാത്രം പോതും எனக்கு நீர் மாத்திரமே நீர் மாத்திரம் போதும் நீர் மாத்திரம் போதும் நீர் மாத்திரம் போதும் எனக்கு எல்லா தேவ பிள்ளைகளும் கைகளை கொட்டி நாம் எல்லாரும் இந்த 3 நாள் கூட்டத்தை அவருடைய பிரசன்னம் அவருடைய மகிமை தீராமல அந்தர தூரமான Thank you, Jesus.